വീഡിയോയുമായിട്ടാണ്. ഇവിടെ നമ്മൾ ആൻറ്റി ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും അടുത്ത ആ സീരീസിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നു. ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. റൈസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കാണ്ടറിനെ പറ്റി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. നമുക്ക് മറ്റൊരു, അതായത് വേറെ ആസ്പെക്റ്റൂടെ പോയിട്ട് അങ്ങനെ പോവാം. ആൻറ്റി ഇസ്ലാമിക് ആ ഒരു പഠനത്തിലേക്ക് പോവാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം കേരളമതിയിൽ വന്നൊരു വാർത്ത ഉണ്ടെന്ന് നമുക്ക് തുടങ്ങാം. ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. എന്തായാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. കാരണം ഇന്ത്യ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്രമാത്രം ഗുരുതരമാണ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ജഷിമുദ്ദീൻ റഹ്മാനിയുടെ മോചനം ലക്ഷ്യമിടുന്നതെന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഷെയ്ഖ് ഹസീന പടിയിറങ്ങിയതോടെ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നീക്കം ശക്തമാവുകയാണ്. മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൻ്റെ കരുനീക്കങ്ങൾ അവിടെ പല മാറ്റങ്ങളും വരുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി പാർട്ടിയുടെ നിരോധനം കഴിഞ്ഞ മാസം പിൻവലിച്ചതാണ് ഒടുവിലത്തേത്. മാത്രമല്ല, ഇന്ത്യ വിരുദ്ധനായ കൊടും ഭീകരൻ റഷീമുദ്ദീൻ റഹ്മാനിയെ ജയിൽ മോചനാക്കുകയും ചെയ്തു. 2013 ജയിലിലായിരുന്ന റഹ്മാനിയുടെ അടുത്ത നീക്കം എന്താണെന്ന് ബംഗ്ലാദേശിന് പുറത്തുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഉറ്റുനോക്കുകയാണ്. ബംഗ്ലാദേശ് മതേതര ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് കാട്ടി ജമാഅത്ത് ഇസ്ലാമി 2013 കോടതി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയിരുന്നു. കാരണം ഇത് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് ആൻറ്റി ഡെമോക്രാറ്റിക്കാണ്, അതുപോലെ തന്നെ ആൻറ്റി ഹ്യൂമൻ എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് ആൻറ്റി ഹ്യൂമാനിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് നിലകൊള്ളുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, കുറച്ചുകൂടെ ക്രൂവലാണ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ക്രൈസ്റ്റ് റിലീജിയനാണ്, ആൻറ്റി ഡെമോക്രാറ്റിക്കാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആൻറ്റി മേഴ്സിയാണ്, ആൻറ്റി മേഴ്സിഫുൾ റിലീജിയനാണ്. മനസ്സിലാകുന്നുണ്ടോ? മേഴ്സിഫുളിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി മേഴ്സിഫുൾ. മാത്രമല്ല പിന്നെ ആൻറ്റി ഹ്യൂമൻ റിലീജിയനാണ്. 2013 കോടതി തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കിയിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 1 തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം പാർട്ടിയെ ഹസീന നിരോധിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പേരിൽ രാജ്യത്തെ കലാപം സൃഷ്ടിച്ചത് പാർട്ടിയാണെന്ന് ഹസീന ആരോപിച്ചിരുന്നു. എന്നാൽ ഹസീനയുടെ ആരോപണത്തിൽ തെളിവില്ലെന്ന് പറഞ്ഞ് ഇടക്കാല സർക്കാർ നിരോധനത്തിൽ പ്രക്ഷോഭത്തെ തുടർന്ന് ആഗസ്റ്റ് 5 രാജിവെച്ച ഹസീന ഇന്ത്യയിൽ അഭയം തേടി. ഹസീനയ്ക്ക് അഭയം നൽകിയതിന് ഇന്ത്യയോടുള്ള അതൃപ്തി യൂണിസ് സർക്കാർ പരസ്യമായി പ്രകടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കിയതും ജഷിമുദ്ദീൻ റഹ്മാനിയെ മോചിപ്പിച്ചതും ഇന്ത്യയെ ലക്ഷ്യമിട്ടാണെന്ന സൂചനയും പുറത്തു വരുന്നു. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമില്ല എന്നത്. അധികം വൈകാതെ നിങ്ങളുടെ രാജ്യവും ഭിന്നിക്കും, ഞങ്ങളുടെ പതാക അവിടെ പാറിപ്പറക്കും എന്നാണ് മോചിതനായതിന് പിന്നാലെ റഹ്മാനി നടത്തിയ ആദ്യ പ്രതികരണം. അപ്പോൾ അവൻ്റെ മനസ്സിരിപ്പ് എത്രമാത്രം എന്താണ് ക്രൂവലാണെന്ന് ആലോചിച്ച് നോക്കും, എത്രമാത്രം എന്താണ് ആൻറ്റി ക്രിസ്ത്യനാണെന്ന് ആലോചിച്ച് നോക്കും, എത്രമാത്രം കരുണയില്ലാത്തതാണെന്ന് ആലോചിച്ച് നോക്കും. അൽഖ്വയ്ദയുമായി ബന്ധമുള്ള അൻസാറുള്ള ബംഗ്ലാ ടീം ABT സംഘടനയുടെ തലവനെ റഹ്മാനി 5 വാഗ്ദാനങ്ങളാണ് അണികൾക്ക് നൽകിയിരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഭീഷണി. കൊടും ഭീകരവാദിയെ ഒരാളെ പുറത്തുവിട്ടതും അയാളുടെ വെല്ലുവിളി നിസ്സാര കാര്യമല്ല. എന്നാൽ ഇന്ത്യ എന്ന ശക്തിക്ക് മുമ്പിൽ അത് ഏൽക്കില്ല എന്നത് യാഥാർത്ഥ്യം. 5 ഭീഷണികൾ ഇന്ത്യ ഉടൻ വിഭജിച്ച് ഖാലിസ്ഥാനികൾക്ക് നൽകും. ഖാലിസ്ഥാനികളുടെ സമയം വന്നിരിക്കുന്നു. വിപ്ലവം സൃഷ്ടിക്കും. ജമ്മു കാശ്മീർ മോചിപ്പിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും നൽകും. ബംഗാളിനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വാഗ്ദാനം. ഇതിനായി ബംഗാളിൽ രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചെന്ന് റിപ്പോർട്ട്. ഭീകരൻ ഷർജീൽ ഇമാം പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് ചൈനയുമായി സംസാരിച്ച് ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗിരി കോറിഡോർ അടയ്ക്കാൻ നീക്കം നടത്തും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വെവ്വേറെ തങ്ങളുടെ കൈപ്പിടിയിലാക്കും, ഓരോന്നും ഓരോ രാജ്യങ്ങളാക്കും. ഉടനെ തൗഹീദിൻ്റെ പതാക ഡൽഹിയിൽ പാറിപ്പറക്കും. അവൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു ചതിയും കപടവും അല്ലെങ്കിൽ ക്രൂരത എത്രമാത്രം ഇൻറ്റൻസിറ്റി ഉള്ളതാണെന്ന് പ്രേക്ഷകർ തന്നെ അല്ലെങ്കിൽ വായനക്കാർ തന്നെ വിലയിരുത്തിക്കൊള്ളുക. ഫോർ ബുദ്ധിൻ ഹ്യൂമൻ കൾബർട്ടി. എന്തായാലും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിലീജിയനാണ്. മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് പോവാം, മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. ഇന്ദിരാഗാന്ധി വന്നാലും 370 പുനഃസ്ഥാപിക്കില്ല അമിത്ഷാ. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബുദ്ധിൻ ഹ്യൂമൻ കൾബർട്ടി. തലസ്ഥാനത്ത് പിടിച്ചെടുത്ത പാകിസ്ഥാൻ, അത് നമുക്ക് പിന്നീട് ഇതൊക്കെ നമുക്ക് പിന്നീട് പറ്റിയാൽ ക്രൈസിസ് അനുവദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രൈസിസ് ഓറാൾട്ടി ഫോർ ബുദ്ധിൻ ഹ്യൂമൻ കാണ്ടർ ലിബർട്ടി. ക്രൈസിസ് ഓറാൾട്ടി എറ്റേണലി ബ്ലെസ്ഡ് വേർഡ്. ക്രിസ്ത്യൻസ് സഹായിക്കുകയാണെങ്കിൽ, ക്രിസ്ത്യൻസ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാർത്തകളൊക്കെ പിന്നാലെ ഡിസ്കസ് ചെയ്യാം. തലസ്ഥാനത്ത് പിടിച്ചെടുത്ത് പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ടുകളെന്ന് അന്വേഷണ സംഘം. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ വായിച്ച വാർത്തയുടെ
പിന്നെ റെഫറൻസ് നോക്കണ്ടേ? തീർച്ചയായിട്ടും ഫോർബദൻ ഹ്യൂമൻ നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് കേരള കൗമുദി ട്രിവാൻഡ്രം എഡിഷനാണ്. കേരള കൗമുദി ട്രിവാൻഡ്രം, അതായത് ഡീറ്റെയിലായിട്ട് നമുക്ക് വായിക്കാൻ കിട്ടും. 15 സെപ്റ്റംബർ 2020. ഒന്നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ക്യാച്ചിൻ്റെ ഓൺ ഇമാജിനേഷൻസ്. നമ്മുടെ ചലച്ചിത്ര നടൻ ലാലു അലക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുമതിയും റഹ്മാനി എന്ന് പറയുന്നത്, റഹ്മാനിയുടെ മോചനം ലക്ഷ്യമിടുന്നത് എന്ത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. 5 ഭീഷണികൾ അവർ പറയുന്നുണ്ട്. ഈ 5 ഏതാണെന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കും. കേരളത്തിലെ പൗരന്മാർ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കുറേ കൂടെ ചിന്തിക്കുന്നവരാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ഒരു സെൽഫ് ഡിഫൻസ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഏറെക്കുറെ കഴിയുമായിരുന്നു. ലാലു അലക്സിൻ്റെ ഇതിൽ നമ്മൾ കണ്ടു. അതുപോലെ നമുക്ക് വരുന്നതിൽ നമുക്ക് പിന്നെയും പല കാര്യങ്ങളും ചിന്തിക്കാം. ഓഫ് മദ്രസ വിഷയം രാജ്ഭവൻ മാർച്ച്, അതായത് 11 ഡിസംബർ 2024. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ബംഗ്ലാദേശിലെ അതിക്രമത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം, അത് വേറെ ന്യൂസ്. ഫോർബദൻ ഹ്യൂമൻ കാൽപടി. അഫ്ഗാനിസ്ഥാനിൽ ചാവേർ സ്ഫോടനം, താലിബാൻ കൊല്ലപ്പെട്ടു. ഹക്കാനി നെറ്റ്വർക്ക്, മനസ്സിലാകുന്നുണ്ടോ? ഇത് 12 ഡിസംബർ 2024. ഖലീൽ ഹക്കാനി നെറ്റ്വർക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ഒരുപാട് മുസ്ലിം റിലേറ്റഡ് ഇതുണ്ട്. സൈത്താനിക് തോട്ട്സ് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി അറിഞ്ഞ് ഇതിനെ പുച്ഛിച്ച് തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ചിന്മയിത സർജി തള്ളി, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്. 12 ഡിസംബർ 2024. അതായത് മതേതരമല്ല ഈ മറ്റു മതങ്ങളെ നിരോധിക്കുകയും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്നൊരു മതമാണ്. മറ്റു മതക്കാരോട് ക്രൂരമായി പെരുമാറുന്നൊരു മതമാണ്. ഫോർബദൻ ഹ്യൂമൻ കാൽപടി. ഹിജാബില്ലാതെ പാട്ട്, ഇറാൻ ഗായിക അറസ്റ്റിൽ, അത് 16 ഡിസംബർ 2024 ആണ്. ഇങ്ങനെ അനവധി വാർത്തകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഞാൻ ഇന്ന് ഫോർബദൻ ഹ്യൂമൻ കാൽഡർ ലിബർട്ടി ഇന്ന് ഞാൻ കണ്ടതായിട്ട് ഒരു വാർത്ത, മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഒരു വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ടിലേക്ക് നമുക്കൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഫോർബദൻ കാൽഡർ ലിബർട്ടി, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് കേസിൻ്റെ ഓൺ ഇമാജിനേഷൻസ്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റൈസീസസ് നമ്മൾ അധികമായി സഹായിക്കട്ടെ. ഫോർബദൻ കാൽഡർ ലിബർട്ടി, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്. ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സുപരിചിതമായിരിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ്, അദ്ദേഹത്തിൽ കൂടെ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ട ഒരു ഭാഗമാണ് കൊറിലോസ് കണ്ട ഇസ്ലാം. പറ്റും എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, അതുപോലെ തന്നെ അനിൽകുമാർ അയ്യപ്പൻ്റെയൊക്കെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് ഇസ്ലാമിനെതിരെ പല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും, അതുപോലെ പല സ്റ്റാൻഡ് എടുക്കുകയും, പല സ്റ്റാൻഡല്ല, ഇസ്ലാമിനെതിരെ പല രീതിയിൽ പ്രതിരോധിക്കുകയും, അല്ലെങ്കിൽ പല ആംഗിളിൽ നിന്ന് പ്രതിരോധിക്കുകയും, അങ്ങനെ ഒരു ആൻറ്റി ഇസ്ലാമിക് വ്യൂ കോമൺ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പല ആംഗിളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുകയും, അല്ലെങ്കിൽ ഒരു പ്രതിബിംബമായിട്ട് അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫോർബദൻ ഹ്യൂമൻ. അതുപോലെ തന്നെ അജീസ് ജോസഫ് ഒഫീഷ്യൽ, അനിൽകുമാർ അയ്യപ്പൻ, ട്രൂത്ത് ഓഫ് ഫൈറ്റേഴ്സ്, അങ്ങനെയുള്ള ചാനൽസൊക്കെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരുപാട് ഉഡായിപ്പുകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പൂര തന്ത്രങ്ങൾ, ചതികൾ, അതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും. ഈ ക്രിസ്തേഷ്യൻ്റെ കൃപയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്ത്രങ്ങൾ മനസ്സിലാക്കി ക്രിസ്തേഷ്യയിലേക്ക് അടുക്കാൻ തക്കൊണ്ട് നമ്മളത് സഹായിക്കണം. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ്, കുർലോസ് കണ്ട ഇസ്ലാം, ഗീവർഗീസ് മാർ കുർലോസിന് ഒരു മറുപടി എന്നുള്ളൊരു വീഡിയോ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ 8:12 പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇതുള്ളത് കൊണ്ടാണ് ജോസഫ് മാഷിൻ്റെയൊക്കെ കൈവെട്ടുന്നത്, നോൺ മുസ്ലിംസിനോടൊക്കെ അവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അതിൻ്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകുന്ന സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക, അതായത് മുസ്ലിങ്ങളെ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്ന. ബൈബിൾ വായിക്കുന്നു. ധീരത്വത്തിൻ്റെ ആത്മാനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെ സ്വഭാവത്തിന് അത്ര ഗോഡീസുകൾ ദൈവം നമുക്ക് നൽകിയത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയ്ക്കുകയും ചെയ്യുക. നോക്ക്, എന്തൊരു ക്രൂരതയാണ് നോക്കുന്നത്, എന്തൊരു അധാർമികതയാണ് നോക്കുക, എന്തൊരു ആൻറ്റി ഹ്യൂമാനിറ്റിയാണ് നോക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ തഫ്സീറൊക്കെ വായിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് അത് പറയുന്നത്. എന്തുമാത്രം ക്രൂരമാണ്, എന്തുമാത്രം പൈശാചികമാണ് ഈ റിലീജിയൻ എന്നത് കാണിക്കുന്നു.
പിന്നെ അതുപോലെ തന്നെ 48:29 പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർക്കശമായി വർത്തിക്കുന്നവരുമാകുന്നു, അവർ അന്യോന്യം ദയാലുക്കളാകുന്നു, അള്ളാഹുവിൽ നിന്ന് പ്രീതിയും തേടിക്കൊണ്ട് അവർ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്ത് നമസ്കരിക്കുന്നതായി നിനക്ക് സുജൂദിൻ്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. ചുമ്മാതല്ല, അവരുടെ മുഖത്ത് ഇങ്ങനൊരു പൈശാചികമായ അടയാളം, അതായത് ഈ നിസ്കരിക്കുന്നവരുടെ മുഖത്തൊരു അടയാളം, കാരണം പൈശാചികനല്ലേ അവർ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോൺ മുസ്ലിംസിനെ എങ്ങനെ വെട്ടിക്കൊല്ലാമെന്ന് അവർക്ക് ഒന്നിച്ച് ചേർന്ന് സംഘമായിട്ട് ചിന്തിച്ച് ഒന്ന് ഓർഗനൈസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പ്ലാൻ ചെയ്യണം. അതാണ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. അതാണ് തൗറാത്തിൽ അവരെ പറ്റിയുള്ള ഉപമ. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇത് എത്രമാത്രം ഉടായ്പാണ്, മനസ്സിലാകുന്നുണ്ടോ? 48:29 നമ്മൾ നേരത്തെ അതിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ ഈ റിലീജിയനെ, ഈ ചതി റിലീജിയൻ അല്ലെങ്കിൽ ക്രൂവൽ ഹേറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ആൻറ്റി ഹ്യൂമാനിറ്റി ആയിരിക്കും ഈ റിലീജിയനെ എന്ത് ചെയ്യുന്നു, അത് എക്സ്പോസ് ചെയ്ത് കാണിക്കും. ഫോർ ബദനി ഹ്യൂൻ കാണ്ടർ ലിബർ. അതുകൊണ്ട് ഈ റിലീജിയൻ ഫോളോ ചെയ്യാതെ എന്ത് ചെയ്യുക, രക്ഷപ്പെടുക, ഇതിൽ നിന്ന് പുറത്തു വരിക. ഫോർ ബദനി ഹ്യൂൻ കാണ്ടർ ലിബർട്ടി, നാമിനെ അടിമത്തിൽ കൂടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ബദനി ഹ്യൂൻ കാണ്ടർ ലിബർട്ടി. സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ എല്ലാം കിട്ടും. ഇതിൻ്റെ കാര്യകാരണസഹിതം അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു കത്തോലിക് അച്ഛൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിച്ചതിൻ്റെ ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് ബ്രദർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഖുർആൻ എന്താണ് 9:28 സൂറ തൗബയിൽ പറയുന്നത്, സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു, അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ നാമിനെ അടിമത്തിൽ കുടിപ്പോരും. മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, വീഴാതെന്നുള്ള സൂക്ഷിക്കും. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർക്ക് പ്രൈസസ് സ്ത്രീ നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്, അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. സുൽത്താനിസെ ലയർ ആൻഡ് ഫാദർസിക്ക് നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. മനസ്സിലാകുന്നുണ്ടോ? എത്രമാത്രം ക്രൂരവും പൈശാചികമാണ് ഈ മതം, മനസ്സിലാകുന്നു. അതുകൊണ്ട് ഈ റിലീജിയനിൽ നിന്ന് കഴിവതും നമ്മൾ എന്ത് ചെയ്യുക, പുറത്തു വരിക. ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഫോർ ബദനി ഹ്യൂൻ കാണ്ടർ ലിബർ, നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളിവിടെ ആദ്യം നമ്മൾ വായിക്കുന്നത് ആൻറ്റി ഇസ്ലാമിക് വ്യൂസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫോർ ബദനി ഹ്യൂൻ കാണ്ടർ ലിബർ. Praise the Lord, the great God and our Savior Jesus Christ, who died for us and is rising for us, who lives forevermore, the blessed and only sovereign, who alone has immortality. It is God who justifies us. If God is with us, then who shall be against us? Responses to persons, institutions, concerned governments who are supporting. ഇനി സുപ്രീം കോർട്ടിൻ്റെ വിധി മറയാക്കിക്കൊണ്ട് രാജ്യത്ത് അഴിഞ്ഞാടുന്നു, മനസ്സിലാകുന്നുണ്ട്. സുപ്രീം കോടതി ബാലാവകാശ കമ്മീഷന് വേണ്ടി രൂക്ഷ മദ്രസയുടെ കാര്യത്തിൽ മാത്രം എന്തെങ്കിലും നിൽക്കണ്ട. നമുക്ക് ഈ മുസ്ലിങ്ങളോടൊരു വിരോധമില്ല, പക്ഷേ അവരുടെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ ക്രൂരതകൾ അതുപോലെ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി എന്താവും ഇവരണം. അപ്പോൾ അത് മറ്റൊരു മതത്തിനില്ലാത്ത ക്രൂരത ഇവർക്കുണ്ട്, അതുകൊണ്ട് നിരോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇവരോണം അടിമത്തിൽ കൊണ്ടുവരിക, നാമിനെ അടിമത്തിൽ കുടിപ്പുറത്ത് ഇവർ ഓണർ. അതുകൊണ്ട് ഈ മതത്തെ നിരോധിക്കേണ്ട ഇവർ ഓണർ. ഈ പിന്നെ ഇവർ ഓണർ അങ്ങനെ മനസ്സിലാവും. മദ്രസയുടെ കാര്യത്തിൽ മാത്രം എന്തെങ്കിലും കണ്ട മറ്റ് മതസ്ഥാപനങ്ങൾക്ക് സമാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് കോടതി പരാമർശം UP മദ്രസ നിയമം റദ്ദാക്കിയതിനെതിരായ ഹർജികളെ. അതായത് ഇതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, മലയാള മനോരമ മലയാള ന്യൂസ് പേപ്പർ ട്രിവാൻഡ്രം 23 ഒക്ടോബർ 2024 ബുധൻ 1200 തുലാം 07 ട്രിവാൻഡ്രം എഡിഷൻ, പേജ് നമ്പർ 1. അപ്പോൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് സുപ്രീം കോടതി ഇസ്ലാം റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ അതിനെ മറയാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, രാജ്യത്ത് അഴിഞ്ഞാടാൻ അല്ലെങ്കിൽ ജനങ്ങളെ നിയമത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഇന്ത്യയൊക്കെ കീഴടക്കാൻ ശ്രമിക്കുന്നു, കൈക്കലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ലോകം ഇസ്ലാമാകാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അശ്രാന്ത പരിശ്രമം നടത്തും, ഭഗീരഥ പ്രയത്നം നടത്തും. പക്ഷേ അവരുടെ പ്രയത്നം എന്ത് ചെയ്യത്തില്ല, ഫലവത്താവത്തില്ല. എക്സിഡൻസ് ഗ്രേറ്റ് ലോഡ് പീസ്. കോടതി ശരിക്കും പറഞ്ഞാൽ എന്താണ്, കമ്മീഷനും മനസ്സിലാകുന്നത് ബാലാവകാശ കമ്മീഷനും തമ്മിലുള്ള ഒരു കൺവെർസേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഫോർ ബദനി കാണ്ടർ ലിബർ.
മലയാള മനോരമ നേരത്തെ പറഞ്ഞ പത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ കിട്ടും. അതായത് ഈ പത്രം, ഈ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി കേൾക്കാൻ പറ്റും. അപ്പം ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറയാക്കിക്കൊണ്ടാണ് മുസ്ലിങ്ങളെന്ന് രാജ്യത്ത് അഴിഞ്ഞാടാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം നമ്മുടെ കയ്യിൽ നിന്നും പൊയ്പാതിരുന്നാൽ മഹാഭാഗ്യം. മനസ്സിലാവുന്നുണ്ടോ? ഈ വഖഫ് യോഗം അത് പ്രത്യേക ഒരു വിഷയമാണ്. അതിനും സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പും അതുപോലെ തന്നെ മറ്റ് ആൻറ്റി ഇസ്ലാമിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരു പാട്ടത്തിന് കൊടുത്ത ഭൂമി, അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി ഇവർ കൈക്കലാക്കിയ ശേഷം മറ്റൊരു വ്യക്തിക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ഫറൂഖ് കോളേജിന് കൊടുക്കാൻ ഈ ഇസ്ലാമിക്കാണ് അധികാരം നൽകിയത്. അപ്പോൾ അതിനെ വെച്ചുള്ള മുതലെടുപ്പില്ല. മനസ്സിലാകുന്നില്ല? വഖഫിന് കൊടുത്ത വൺ സക്കഫ് ആൾവേസ് വഖഫ് എന്നുള്ളത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കും. മനസ്സിലാകുന്നല്ലോ? അത് നോൺ മുസ്ലിംസിനൊരു വലിയ അടിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മതം ഫോളോവേഴ്സിലേക്ക് അപ്പുറത്തോട്ട് വയ്ക്കണം. നോൺ മുസ്ലിംസിനെ നിർബന്ധിക്കല്ല വേണ്ട, അവർ ഉപദ്രവിക്കരുത്. ഇതൊരു ആൻറ്റി ക്രിസ്ത്യൻ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. മാത്രമല്ല ഈ വഖഫ് നിയമം അതിനൊന്ന് അമെൻഡ് ചെയ്യുന്നതിനെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മറ്റ് പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, നരേന്ദ്രമോദിയും അതുപോലെ ഇന്ത്യൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്നു, അതുപോലെ തന്നെ ഇന്ത്യക്കെതിരായി നിലകൊള്ളുന്നു. ശരിക്കും അവർ ഇന്ത്യയാണ് എതിർക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊന്ന് അമെൻഡ് ചെയ്താൽ മാത്രമേ വഖഫെ തന്നെ ക്യാൻസൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ മുസ്ലിം മതമേറിൽ ക്യാൻസൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്കിലും ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത് വഴിയെ പോകുന്ന ആപത്തിന് ഏണി വെച്ച് കയറി അവരവരിലേക്ക് വലിച്ച് അല്ലെങ്കിൽ അവരുടെ അടുക്കലേക്ക് ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. മനസ്സിലാകുന്നത്? വഴിയിൽ കൂടെ പോകുന്ന വയ്യാവിനെ ക്ഷണിച്ചു വരുത്തി അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. വീഴാതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചു. ഫോർ ബദൻ യുവൻ കാണ്ടർ ലിബർട്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ രാജ്യത്തൊക്കെ പല പല പ്രശ്നങ്ങളും നടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിനൊക്കെ അവരെ എതിർക്കുന്നു. ഫോർ ബദൻ യുവൻ കാണ്ടർ ലിബർട്ടി. എൻ്റെ റെഫറൻസ് എല്ലാം ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മലയാള മനോരമ 2024 ഒക്ടോബർ 10 വ്യാഴം. ട്രിവാൻഡ്രം എഡിഷൻ 4 to 6 കോളംസ് ബിറ്റ്വീൻ മിഡിൽ ആൻഡ് ബോട്ടം. അവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സ്ഥാപക ദിനം ട്രിവാൻഡ്രം, കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സ്ഥാപക ദിനവും അങ്ങനെ പറഞ്ഞിട്ട് അനുസ്മരണവും കോൺഗ്രസ് നേതാവ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ കോൺഗ്രസ് നേതാവ് മുരളീധരൻ ഒരു വലിയൊരു ഉടായ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫിനെ സപ്പോർട്ട് ചെയ്തിട്ട്, മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ അവർക്ക് തീറെഴുതി കൊടുക്കാനുള്ളൊരു യൂത ചെയ്യുന്നുള്ള ഒരു ഒറ്റപണിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മുരളീധരൻ ചെയ്യുന്നത്, മുരളീധരൻ. അതുകൊണ്ട് ഇയാളെ സൂക്ഷിക്കണം. ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇങ്ങനെ പറയും, അപ്പുറത്ത് നിന്നിട്ട് മറ്റവരെ അനുകൂലിച്ചും പറയും. അതായത് നോൺ മുസ്ലിംസിനെ ആദ്യം വന്ന് സപ്പോർട്ട് ചെയ്ത് പറയും, എന്നിട്ട് മുസ്ലിങ്ങളുടെ അടുത്ത് വോട്ട് ബാങ്ക് എന്നുള്ള പണം എന്നുള്ള അർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പ്ലേറ്റ് മാറ്റി എന്ത് ചെയ്യും, മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവും പിന്നെ അടിമത്തിൽ കൂടി പോരുത്. രാജീവ് ഗാന്ധിക്ക് ശേഷമുള്ള നരസിംഹറാവു ഗവൺമെൻറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ് ഈ വഖഫിന് കുറച്ച് ശക്തിയും ബലവും കൂട്ടിക്കൊടുത്തത്. പക്ഷെ അതൊന്നും ഫലവത്താവത്തില്ലെന്ന് നമുക്കറിയാം. ക്രിസ്ത്യൻ കൃപയിൽ അത് ക്യാൻസലായി പോകും. അതുകൊണ്ട് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് താഴെ എന്താണ് പറയുന്നത്, താൻ അസ്മാൻസോ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാള എ അഷ്റഫ് അധ്യക്ഷനായിരുന്നു. കുളക്കോഴി മൊയ്തീൻ MLA, ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് അംഗം. അബ്ദുൽ ഷുക്കൂർ അൽ ഹാസിമി, കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ ഗുൽസാൽ അഹമ്മദ് സേട്ട്, P. സയ്യിദ് അലി, മുഹമ്മദ് ബഷീർ, ബാബു സലാം കളമശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ജമാഅത്ത് കൗൺസിലിൻ്റെ പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു. മൈ റെസ്പോൺസസ്. ഇങ്ങനെയുള്ള നേതാക്കളാണ്, ലീഡേഴ്സാണ് ഈ ദുഷ്ടക്രൂരമാത്ത ഇസ്ലാം റിലീജിയനെ വളർത്തുന്നത്. സേവ് ഇന്ത്യ, സേവ് കേരള. മനസ്സിലാവുന്നുണ്ട്? ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ. 15 സെപ്റ്റംബർ കേരള 1911 ട്രിവാൻഡ്രം എഡിഷൻ. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് എഴുതിയിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്ത അർച്ചന G. നായരാണ്. കൗമുദി അനാലിസിസ് ഇൻ്റർനാഷണൽ ന്യൂസ്, പേജ് നമ്പർ 12-ലാണ്, ടോപ്പ് സൈഡിലാണ്, കോളം 1 to 8 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആണെങ്കിൽ ഒന്നും കൂടെ നോക്കും. മനസ്സിലാവുന്നുണ്ടോ? കൊടും ഭീകരർ ജഷിമുദ്ദീൻ റഹ്മാനിയുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയാണെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് ഒരു വിശകലനം. നേരത്തെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചുവിടുകയാണ്.
ഇതൊക്കെ നേരത്തെ വന്ന വാർത്തയാണ്. ഇത് പൊതു പ്രയോജനം ചെയ്യട്ടെ. അഞ്ച് ഭീഷണികളും നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം 1 to നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുക. നേരത്തെ വായിച്ചത് തന്നെയാണ്, മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭീകരന്മാരെയൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സമയമായിരിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. നേരത്തെ വായിച്ച വാർത്തയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തത് റിപ്പീറ്റ് ചെയ്യാത്തത്. എന്നാലും ഒന്ന് നോക്കാം, നേരത്തെ അത് കേൾക്കാൻ എന്തെങ്കിലും മുൻകഥയുള്ളവർക്കൊന്നും കൂടെ നോക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. റഫറൻസ് മലയാളം മനോരമ, മലയാളം ന്യൂസ് പേപ്പർ. നമ്മൾ പത്രം വായിച്ചാൽ മാത്രം പോരെ, ഇതുപോലെ നമ്മൾ ബൈബിളോട്ടൊക്കെ കണക്ട് ചെയ്ത് ആൻറ്റി ഇസ്ലാമിക് വ്യൂസ് ഖുറാനോട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പൊതുജനങ്ങളുടെ ഭാഗം എത്തിച്ചിട്ട് നമുക്ക് മാത്രമുള്ള രക്ഷയല്ല, അവർക്ക് കൂടെ അനുഭവവേദ്യമാക്കി കൊടുക്കണം. നാം ഇനി അടിമത്തിൽ കുടിപ്പെടുത്തി. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മലയാളം മനോരമ, മലയാളം ന്യൂസ് പേപ്പർ, 03 നവംബർ 2024 ഞായർ, 1200 തുലാം 18, പേജ് നമ്പർ 1, കോളം നമ്പർ 5 to 8. ശ്രീനഗർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ പാക് ഭീകരണ സംഘടന ലഷ്കർ തായ്ബയുടെ കമാൻഡർ അടക്കം 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ശ്രീനഗറിലെ ഖന്യാറിൽ വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുറത്തപ്പോൾ ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടത്. 2 CRPF ജവാന്മാർക്ക് 2 പോലീസ്. ദക്ഷിണ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ യാർനോ മേഖലയിലെ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരരെയും വധിച്ചു. വിട്ടു. ഇനി മറ്റൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങൾ ഗസ്വായി ഹിന്ദി, ഇന്ത്യ കീഴടക്കുന്നവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു വ്യാജ ഇതിൽ, അതായത് ഇന്ത്യയിലെ ഭരണാധിപന്മാരെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നവർക്ക് സ്വർഗത്തിലെന്തോ അവരുടെ വ്യാജ സ്വർഗം കിട്ടുമെന്നുള്ള അർത്ഥത്തിൽ, കോറികൾ കിട്ടുമെന്നുള്ള അർത്ഥത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മെനക്കെടുന്നത്. ഇനി മറ്റൊരു വാർത്ത നോക്കിയാലോ. മലയാളം മനോരമ ന്യൂസ് പേപ്പർ, 03 നവംബർ 2024. അതുകൊണ്ടാണ് അവർ ഇവിടുത്തെ ഇന്ത്യൻ സൈനികരെയൊക്കെ അവരുടെ മൃതദേഹത്തെ പോലും അവരോട് അനാദരവ് കാണിക്കുന്നത്. മോഹൻലാലിൻ്റെ സിനിമയൊക്കെ കണ്ടവരറിയാം. ഇവരുടെ മതപ്രമാണം അതിക്രൂരമായതുകൊണ്ടാണ്, അതിൽ ബേസ് ചെയ്താണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എസ്കേപ്പ് ഫ്രം ഇസ്ലാം റിലീവ് മുനാഫിക്കാവുന്നത് നല്ലതാണ്. മലയാള മനോരമ, 03 നവംബർ 2024, 1200 തുലാം 18, പേജ് നമ്പർ 4, ബിലോ മിഡ് ഡൗൺ റൈറ്റ്, കോളം നമ്പർ 5 to 8. വഖഫ് ഭൂമി ന്യൂനപക്ഷ മോർച്ച സെക്രട്ടറി ധർണ നൽകി. സംസ്ഥാന ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഇരട്ടത്താപത്തിൽ മുരളീധരൻ മനോരമ ലേഖനം. ഇത് വഖഫിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചാണ്. വഖഫ് ഭൂമി സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് ഇരട്ടത്താപെന്ന മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ വഖഫ് ഭൂമി പ്രശ്നത്തിൽ BJP ന്യൂനപക്ഷ മോർച്ച നടത്തിയ സെക്രട്ടറി ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മലമ്പത്തെ 600-ൽ അധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് നീതി കിട്ടുവാൻ LDF-ഓ UDF-ഓ ഇടപെടുമെന്ന് കരുതുന്നില്ല. വഖഫ് ആക്ടിൽ തുടരുതെന്ന പ്രമേയം പാസാക്കിയ CPM കോൺഗ്രസ് നേതാക്കളാണ് മുൻപും നിവാസികൾക്കൊപ്പമെന്ന് പറയുന്നത്. വഖഫ് ട്രൈബ്യൂണലുകൾക്ക് നീതിന്യായ കോടതികൾക്ക് ഉള്ളതിനേക്കാൾ അധികാരം നൽകിയ കോൺഗ്രസ്സാണ്. സൈന്യവും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂവുടമയാണ് വഖഫ് ബോർഡെന്നും മുരളീധരൻ ആരോപിച്ചു. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ GG ജോസഫ് അധ്യക്ഷത വഹിച്ചു. അയ്യയുടെ അധ്യക്ഷത വഹിച്ചുകൊണ്ടാലും മതി. എന്നിട്ട് ദേശീയ ഉപാധ്യക്ഷൻ നോബൽ മാത്യു, BJP സംസ്ഥാന സെക്രട്ടറി യുവോർച്ച, എന്നിട്ട് ഡാനി ജെ പോള്, സോഷ്യൽ മീഡിയ ഇൻചാർജ് ജിത്തു ബിനുസ്, സെക്രട്ടറി ബെന്നി ജോസഫ്, ഓപ്പറേഷൻ കൗൺസിൽ പാർട്ടി ലീഡർ MR ഗോപൻ, സംസ്ഥാന സമിതി അംഗം മലങ്കീഴ് ഗോപാലകൃഷ്ണൻ, മേഖലാ ട്രഷറർ NP ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് RJ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. മനസ്സിലാവുന്നു. ഇനി നരബലി എന്നുള്ള അർത്ഥത്തിൽ നടത്തിയതിന് കാരണം, അങ്ങനെ ഒരു ആൻറ്റി ഹ്യൂമൻ ആക്ടിവിറ്റി നടത്തിയതിന് കാരണം പ്രേക്ഷകർ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഫോർബദിനിഹോൻകൾ പൊട്ടി, അതായത് ഏകദേശം 1 വർഷം കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്തായിരിക്കണം അത് നടന്നത്. അതല്ലേ നമ്മൾ നേരത്തെ വായിച്ചത്, മനസ്സിലായില്ല? ഇതിൻ്റെ വേണ്ടത് ഭഗവത് സിംഗിൻ്റെ കേസ് അറിയാമല്ലോ. ഇനി അടുത്തത് മലയാള മനോരമ, മലയാള ന്യൂസ് പേപ്പർ, 09 നവംബർ 2024 ശനി, 1200 തുലാം, പേജ് നമ്പർ 1, കോളം നമ്പർ 2 to 4. ജമ്മുവിലെ കിഷ്തോറിൽ ഭീകരർ 2 വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ DDG തട്ടിക്കൊണ്ടുപോയി വഹിച്ചു. അതായത് കുന്ദ്വാറിലെ ഓഹ്ലി സ്വദേശികളായ നസീർ അഹമ്മദ്, കുൽദീപ് കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തെരച്ചിൽ ഇവരുടെ
തിരച്ചിൽ ഇവരുടെ മൃതദേഹങ്ങൾ കുഷ്താറിലെ മുജിധർ വനത്തിൽ ഒരു അരുവിക്ക് സമീപം കണ്ടെത്തി. എത്ര ക്രൂരമാണ് നോക്ക് ഇന്ത്യൻ സൈനികരോട് അവരുടെ പെരുമാറ്റം. ഭീകരർക്കായി സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചു. കാശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകരവാദം. പണ്ട് നമ്മൾ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കെന്നുള്ളത് സിറ്റി ടൈഗേഴ്സ് എന്നിട്ടുണ്ട്. ഇത് വല്ലാത്ത ടൈഗറായിപ്പോയി കാശ്മീർ ടൈഗേഴ്സ്. ഭീകരവാദ സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് അയ്യട. ഇവരുടെ ഈ സംഘടന തന്നെ SFI പോലെ തന്നെ പൊളിഞ്ഞു പോകുന്നു വിശ്വസിക്കാം. ഭാവിയിൽ അത് പൊളിഞ്ഞു പോട്ടെ നമുക്ക് ആശ്വസിക്കാം. ദൈവം കൺഫ്യൂഷൻ ദൈവമല്ലോട്ട് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വർക്ക് ക്രൈസിസ് മെഡസിൻ അവൻ്റെ അടിമത്തിൽ കൊണ്ടുവരും. SFI സംഘടന പോലെ തന്നെ ഈ മുസ്ലിം ആക്ടിവിറ്റീസും തകർന്നു നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്ത്യൻസിൽ വിശ്വസിച്ച് ആശ്വസിക്കാം. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ 2 ഭീകര സുരക്ഷാ സേന ഏറ്റുമുട്ടൽ വധിച്ചു. ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൈ വീസ് കമൻസ്. എങ്ങനെയുണ്ട് മുസ്ലിം തീവ്രവാദം, മുസ്ലിം ടെററിസത്തിന് മറ്റൊരു മുഖം? ഇതൊക്കെ ഗസ്വായി ഇന്ത്യ കിഴക്കുന്നതിൻ്റെ സംശയമുള്ളവർ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് ശരിക്കും പറഞ്ഞ എന്താണ് ഗസ്വായി ഹിന്ദ് എന്നങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇന്ത്യ കിഴക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ാക്കി കഴിഞ്ഞാൽ അവരുടെ വ്യാജമതപ്രകാരമുള്ള സ്വർഗം ലഭിക്കുമെന്നാണ് അവരുടെ വ്യാജഭാഷ്യം. ഇന്ത്യയിലെ രാജാക്കന്മാരെ കൈവലങ്ങ് വെച്ച്, അതായത് ഹാൻഡ് കഫ്ഡ് നടത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ മറ്റൊരു വ്യാജപ്രവാചകൻ ഈസാ നബിയെ കണ്ടുമുട്ടുമ്പോൾ എത്ര വ്യാജവും ക്രൂരമായ മതമാണത്. ഇനി അടുത്തത് മലയാളം ന്യൂസ് പേപ്പർ November 4 തിങ്കൾ ട്രിവാൻഡ്രം എഡിഷൻ, പേജ് നമ്പർ 13, കോളം 6-7. വഖഫ് ഭൂമി നോട്ടീസുകൾ പിൻവലിക്കാൻ നിർദ്ദേശിച്ച സിദ്ധാരാമയ്യ. അവിടെ ഈ കർണാടക ഗവൺമെൻറ്റിനെതിരെ അവിടുത്തെ കർഷകരൊക്കെ എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു തെറ്റായ നിയമത്തെ ഈ പൈശാചിക നിയമത്തെ ക്യാൻസൽ ചെയ്യാൻ അവിടുത്തെ കർണാടക ഗവൺമെൻറ് നിർബന്ധിതമാക്കി. അതാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്ന സംബന്ധിച്ച് അയച്ച നോട്ടീസ് അടിയന്തരമായി പിൻവലിക്കാൻ റവന്യൂ വകുപ്പിന് കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധാരാമയ്യ നിർദ്ദേശം നൽകി. വിജയപുര ഹോൻവാഡയിൽ 1200 ഏക്കർ കൃഷിഭൂമി ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ നോട്ടീസ് നൽകിയത് വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ധാർവാഡ്, ഹാവേരി, ചിത്രദുർഗ, ഭാവനഗിരി, ശിവർമാക്കി, ഗദഗ് ജില്ലകളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ന് BJP സംസ്ഥാന പ്രക്ഷോഭം നടത്താനിരിക്കണം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഗ്രാമീണരുടെ കൈവശമുള്ള കൃഷിഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുക്കുന്ന പ്രചാരണങ്ങൾ വ്യാപിച്ചതിനെ തുടർന്ന് ഹാവേരി, കണ്ടുകോലയിൽ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കെതിരെയുണ്ടായ കല്ലേറിൽ 5 പേർക്ക് പരിക്കേറ്റു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഈ കത്തോലിക്ക മതവും ഈ ഇസ്ലാം മതത്തിന് സപ്പോർട്ടാണ്. അത് അവർക്ക് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രിയ കത്തോലിക്കരെ പ്ലീസ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി നിർത്തി സ്റ്റേ ഫ്രം ഇസ്ലാം റിലീജിയൻ ആൻഡ് കാത്തലിക് റിലീജിയൻ. എന്നാലേ നിങ്ങൾക്കത് ഇതാവത്തുള്ളൂ. മനസ്സിലാവും. ഇനി കുറച്ച് ഇസ്ലാം ക്രിറ്റിസിസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പോകാം. അപ്പോൾ അത് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇസ്ലാം ക്രിറ്റിസിസത്തിലേക്ക് ഫോർബദനിഹം കാർഡർ ലിവർ അതിൻ്റെ അടിമത്തിൽ പോകുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. ഖുർആൻ ക്രിറ്റിസിസം പാർട്ട് 2. സത്യവിശ്വാസികളല്ല സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വയ്ക്കരുത്. എങ്ങനെയുണ്ട് ഇതൊക്കെ കൊണ്ടാണ്, ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഇവരിങ്ങനെയുള്ള ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഹ്യൂമനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. കണ്ടില്ലേ 3:28. സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വയ്ക്കരുത്. അങ്ങനെ വല്ലവനും ചെയ്യുന്ന അള്ളാഹുമായി അവന് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെപ്പറ്റി നിങ്ങൾക്ക് താക്കി നൽകുന്നു. അള്ളാഹുവിലേക്ക് എത്ര നിങ്ങൾ തിരിച്ചല്ലേണ്ടത്. അവരുടെ ഉടായ്പണം നോക്കും. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യനും ഉറ്റമിത്രങ്ങളാണത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളെ ആളുകളെ അല്ലാഹു നേർവഴിക്കാക്കില്ല. തീർച്ചയായും 9:4 കേട്ടോ. സംശയമുള്ളവർ റെഫർ ചെയ്തോളൂ. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. എന്നാൽ ബഹുദൈവവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അത് പാലിക്കുന്നതിന് യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാണ്. അപ്പോൾ അവരോടുള്ള കരാറ് ഒരു കാലാവധിയെ നിങ്ങൾ നിറവേറ്റുക. തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അത്ര ക്രൂരമാണെന്ന് നോക്കി.
ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന വർഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അല്ലാഹു ഏറെ പുറക്കുന്നവന് കരുണാധിപൻ. ഇത്രമാത്രം ക്രൂരതയാണ് നോക്കുക. 9:120 സത്യവിശ്വാസികൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തുന്ന അള്ളാഹു സൂക്ഷ്മ പാലിക്കുന്നതിനൊപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഈ വെരി ക്രൂവൽ റിവ്യൂ. 9:73 നോക്കും. നബി സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്ക് ഉറപ്പുള്ള സംഖ്യ നരകത്തിൽ ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്തയാണ്. ഈ 66:9 ഓ നബി സത്യനിഷേധികളോടും നബി നിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുക. നബി സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും നീ സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സംഗീതം നരകമാവുന്ന എത്തിച്ചേരാനുള്ള സ്ഥലം എത്രയോ ചീത്ത. സത്യനിഷേധികളെ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്ന നോൺ മുസ്ലിംസിനോടാണ്. നോൺ മുസ്ലിംസ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. കപട വിശ്വാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇസ്ലാം മതം ഉണ്ടായിട്ടും അവിടെ ആളുകളോട് മറ്റ് നോൺ മുസ്ലിംസിനോട് ഇടപഴകി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ എന്താണ് മുസ്ലിം മതം വിട്ടവരെയാണ് കപട വിശ്വാസികൾ എന്ന് പറയുന്നത്, മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. ഈ സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സംഗീതം നരകമാണ്. എന്നാൽ അവർ വൺ ലോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞത്? എന്താണ് ഇവിടെ പറഞ്ഞത് നോക്കാം. മേരി ആജ്ഞ ഇഹ് ഹേക്കി ജൈസ മേംനെ തുംസെ പ്രേം രഖ ബൈസ ഹി തും ഭി ഏക് ദൂസരെ സെ പ്രേം രഖോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാണ് എൻ്റെ കൽപ്പന. ദിസ് ഈസ് മൈ കമാൻഡ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. ഇനി മേൽ പറഞ്ഞതിൻ്റെ റെഫറൻസ് ആണ് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് യോഹന്നാൻ 13:12. ഇനി 9:111 നോക്കും. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളൊക്കെ ഇളം പ്രായത്തിലൊക്കെ തീവ്രവാദത്തിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നത് ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 9:111 ഉണ്ടോ? എന്നിട്ട് വായിച്ചു നോക്കണേ. മതേതരമൊന്നും പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഇവിടെ വരാൻ പോകുന്ന അപകടത്തെ ഒഴിഞ്ഞിരിക്കാനാണ് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇത് വിളിച്ചു പറയുന്നത്. വീഴാതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചു. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കും എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കും. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ടോ? യുദ്ധമാണ്. അല്ലാതെ ഇത് എന്താണ്, സെക്കുലർ അല്ല, സമാധാന മതമല്ല. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ബെൽറ്റ് ബോംബൊക്കെ കൈ കെട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, അവർ കൊല്ലുകയും മറ്റുള്ളവരെ മരണത്തിന് ഇരയാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ സ്വർഗാവകാശികളാവും. ഇവിടെ ഈ സ്വർഗം വ്യാജ സ്വർഗമാണെന്ന് അരിയാരം കഴിക്കുന്ന ആർക്കാണ് മനസ്സിലാവാത്തത്? ഫോർബദനിയും താങ്കൊട്ടി. നമുക്കുള്ള മാവരകൻ നമ്മുടെ ബലഹീനതയിൽ സദം കടപ്പാൻ കഴിയാത്തല്ല. പാപൊഴിക സകലം നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് ഇത്രയുള്ളത്. അങ്ങനെ അവർ സ്വർഗാവകാശികളാവും. പാപൊഴിക സകലം നമുക്ക് പിന്നെ പരീക്ഷിക്കപ്പെട്ടത് ഇത്രയും നമുക്കുള്ളത്. പ്രത്യേകിച്ച് എന്താണ് ഫോർബദനിയും താങ്കൊട്ടി. നമ്മുടെ എത്രമാത്രം കൃപയും കരുതലും കെയറും കാണിച്ച് നമ്മുടെ എന്ത് ചെയ്യുന്നു, മേശ കാണിക്കും, കരുണ കാണിക്കും എന്ന് ഓർത്ത് നോക്കുക. ക്രിസ്ത്യസ് എത്ര നല്ലവനാണ്. തൗറാത്തിലും ഇഞ്ചിയിലും ഖുർആനിലും തൻ്റെ മേലെ വാക്യത അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനം അത്രയാണ്. എന്നിട്ട് പുള്ളിങ് ടോൺ ഓഫ് നാമിൻ്റെ അടിമത്തിൽ കുടിപ്പടി പറയുന്നു. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മറ്റു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 8:12 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഇവിടെ നമ്മൾ 8:12 എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 8:12 നമ്മളവിടെ നോക്കുമ്പോഴത്തേക്കും നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരിക്കുന്ന സന്ദർഭം ഓർത്ത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിശ്ചയികളുടെ മനസ്സിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നത്. നേരത്തെ സെബാസ്റ്റ്യൻ മുന്നിക്കലിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതുപോലെ ഇത് ഒരാളുടെ മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് പോയി റെഫർ ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ? അതിനാൽ കഴുത്തുകൾക്ക് വില നിങ്ങൾ വെട്ടിക്കൊള്ളുക. എങ്ങനെയുണ്ട്? അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യും. ജോസഫ് മെസ്സിനെ കൈവെട്ടിയത് ഒരർത്ഥത്തിൽ എവരുടെയും മതപ്രമാണം, ഈ വ്യാജ പ്രമാണം പറയുന്നതിൻ്റെ ബേസിലാണ്. അത് മുഹമ്മദ് ഉണ്ടാക്കിയ ക്യാൻസർ, മുഹമ്മദിൻ്റെ മരണശിക്ഷ ക്യാൻസർ തുടരുന്നു. സോ എസ്കേപ്പ് ഫ്രം ദിസ് ഇസ്ലാം റിലീജിയൻ. പിന്നെ സ്ത്രീകളെന്നുള്ള വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. സ്ത്രീകളാരും കരഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ ഇവിടെ സ്ത്രീകളെ തരം താഴ്ത്തി പറഞ്ഞിരിക്കുന്ന നോക്ക്. സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് താഴ്ത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പരിധി ലംഘിക്കുകയും ചെയ്യരുത്. പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. നാം ഇനി അടിമത്തിൽ കൂടി വരുന്നത്. റെഫറൻസ് സഹീൽ ബുഖാരി 7099, ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് നമ്പർ 92, ഹദീത്ത് 50, USC MSA വെബ് ഇംഗ്ലീഷ് റെഫറൻസ് വോളിയം 9, ബുക്ക് 88, ഹദീത്ത് 290.
ഇവിടെ റെഫറൻസ് നോക്കൂ. റെഫറൻസ് സഹീൽ ബുഖാരി 7099. മനസ്സിലാകുന്നുണ്ടോ? ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് നമ്പർ 92, ഹദീത്ത് 50. പിന്നെ വോളിയം നമ്പർ 9, ബുക്ക് 88, ഹദീത്ത് 219. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് അൽ ജമാൽ, അവരുടെ വ്യാജതയാണ് അല്ലാ ബെനിഫിറ്റഡ് വിത്ത് എ വേർഡ് ഐ ഹാഡ് ഫ്രം ദ പ്രൊഫറ്റ്. വെൻ ദ പ്രൊഫറ്റ് ഹെഡ് ദ ന്യൂസ് ദാറ്റ് പീപ്പിൾ ഓഫ് ദി പേർഷ്യ ഹാഡ് മെയ്ഡ് ദ ഡോട്ടർ ഓഫ് ഉസ്രാവ് ദെയർ ക്യൂൻ, ഹീ സെഡ് നെവർ വിൽ സക്സീഡ് സച്ച് എ നേഷൻ ആസ് മേക്സ് എ വുമൺ ദെയർ റൂളർ. അതായത് സ്ത്രീകളെ ഒരു രാജ്യത്ത് ഭരണാധികാരികളായി കഴിഞ്ഞാൽ ആ രാജ്യം എന്ത് ചെയ്യത്തില്ല, ശോഭിക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഷൈൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആ രാജ്യം അത്ര പ്രോസ്പർ ചെയ്യത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ സ്ത്രീകളെ ഇകഴ്ത്തി സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇത് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന നിയമമാണോ, സ്ത്രീകളെ തകർക്കുന്ന റിലീജിയനാണ്? പിന്നെ ഇതാണ് നമ്മളിവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞിട്ട് പറയുന്നതല്ല. സഹീൽ ബുഖാരി 7099 തൊട്ട് വായിച്ചു നോക്കും. പിന്നെ അടുത്ത നമ്മൾ സഹീദ് ദാറുൽ ഇസ്ലാം റെഫറൻസ് സുനാൻ ഇബിൻ മാജ 949. ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 5, ഹദീത്ത് 147. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വോളിയം 1, ബുക്ക് 5, ഹദീത്ത് 949. It was narrated from Ibn Abbas that the Prophet said the prayer is severed by a black dog and a woman who has reached the age of menstruation. അപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒരു ലൈവ് വീഡിയോ ആൻറ്റി ഇസ്ലാം. കുഴപ്പമില്ല. The prayer is severed by a black dog and a woman who has reached the age of menstruation. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം മതം എന്തുമാത്രം ഉടായിപ്പോ, ക്രൂരം, പൈശാചികം, കിരാതമെന്നൊക്കെ മനസ്സിലാക്കാൻ ഓർ വള്ളോടൻ നാമിനെ അടിമത്തിൽ കൊടിപെറുത് സേവർ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ഒരു പ്രയാസമില്ല. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി, നാമിനെ അടിമത്തിൽ കൂടി പുള്ളിംഗ് ഡോണസ്. ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്ന എന്താണ്? ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. The prayer is severed by a black dog and a woman who has reached the age of menstruation. For Bethany had thunder liberty. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാം മതം എന്തുമാത്രം ഉടായി, ക്രൂരം, പൈശാചികം, കിരാതം എന്നൊക്കെ മനസ്സിലാക്കാൻ ഓർ വൺലോഡ് സേ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ഒരു പ്രയാസവുമില്ല. ടു ബി കണ്ടിന്യൂഡ്. ഇനി പാർട്ട് 4 ആണ്. വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ, അതിന് കുഴപ്പമില്ല. കാരണം പാർട്ട് 4 ഓരോ പാർട്ടായിട്ട് നമ്മൾ അവതരിപ്പിക്കും. നേരത്തെ പ്രിപ്പയർ ചെയ്തു വേർഡാണ് കണ്ടത്. ഇപ്പോൾ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം സബാസ് മുന്നിക്കലൊക്കെ മുസ്ലിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഖുർആൻ ക്രിറ്റിസം തുടർച്ച പാർട്ട് 4, ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോളിയം 9, പേജ് നമ്പർ 113. നൗ ദെൻ ഓ പീപ്പിൾ യു ഹാവ് എ റൈറ്റ് ഓവർ യുവർ വൈസ്. ഇത് വെറുതെ പറയുന്നതല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന റെഫറൻസ്. നൗ ദെൻ ഓ പീപ്പിൾ യു ഹാവ് എ റൈറ്റ് ഓവർ യുവർ വൈസ് ആൻഡ് ദേ ഹാവ് എ റൈറ്റ് ഓവർ യു. യു ഹാവ് ദ റൈറ്റ് ദാറ്റ് they should not cast any one of whom you dislike to tread your buds, and that they should not commit any open indecency. If they do, then God permits you to shut them in separate rooms and to beat them. But not severely. If they abstain from evil, they have the right to their food and clothing in accordance with the custom. Treat women well, for they are like domestic animals with you and do not possess anything for themselves. You have taken them only as a trust from God. And അപ്പോൾ ഈ റെഫറൻസ് നമ്മൾ വായിക്കും. if they abstain from നാമിനെ അടിമത്തിൽ കൂടി പോലും from evil, നാമിനെ stand fast and liberty earth crisis ministry. Pulling down strongholds, stand fast and liberty earth crisis ministry. നാമിനെ അടിമത്തിൽ കൂടി പോലും if they abstain നാമിനെ അടിമത്തിൽ കൂടി പോലും if they abstain from pulling down strongholds, നാമിനെ അടിമത്തിൽ have the right to their food and clothing in accordance with the custom. Well, for they are like domestic animals with you and do not possess anything for themselves. You have taken them only as a trust from God. And ഇവിടെ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദനി പെൺകൾപ്പെട്ട് സ്ത്രീകളെ ഏതാണ്ട് ഡൊമസ്റ്റിക് അനിമൽസിനെ പോലെയാണ് കാണുന്നത്. ഡൊമസ്റ്റിക് അനിമൽസിനെ പോലെയെങ്കിലും കാണുമെന്നുള്ളത് സംശയമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി മറ്റൊരു റെഫറൻസ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ സഹീൽ ബുഖാരി പ്രൊഫറ്റിക് കമൻട്രി ഓൺ ദ ഖുർആൻ തഫ്സീർ ഓഫ് ദി പ്രൊഫറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അല്ലാഹ്, ഓ ഹു ബിലീവ് മേക്ക് നോട്ട് ആൾ ദാറ്റ് ഈസ് ഗുഡ് ആസ് റിഗാർഡ് ഫുഡ്സ് തിങ്സ് ഡീഡ്സ് ബിലീവ്സ്
നാമിനെ അടിമത്തിൽ കുടിപ്പരുത്, എവിടെ വ്യാജതേനെ ഫോർബദിൻ നാമിനെ അടിമത്തിൽ കുടിപ്പരുത്, എവിടെ വ്യാജതേനെ അള്ളാഹു പറയുന്ന അള്ളാഹ് ഹാസ് മേഡ് ലാഫുൾ ടു യു. സഹിയൽ ബുഖാരി 4615 narrated Abdullah, we used to participate in the holy wars carried on by the prophet. We had no woman wise with us, so we said to a prophet, shall we castrate ourselves? മനസ്സിലാവുന്നുണ്ടോ? Shall we castrate ourselves? But the prophet forbade us to do that, and then forth he allowed us to marry a woman temporarily by giving her even a garment, and then he recited, O you who believe, do not make unlawful the good things which Allah has made lawful for you, and be not entangled again. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്ക് എത്രമാത്രം ഏഴ്ത്തി മനസ്സിലാവുന്നല്ലോ. ഇകഴ്ത്തി താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമ്മളെ ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ കൊടുക്കാനുള്ള നല്ല മറുപടി ഇങ്ങനെ സെബാസ്റ്റ്യനേക്കാൾ ഇഞ്ചക്ട് ചെയ്തങ്ങോട്ട് നല്ല ഗുളി അങ്ങനെ ചേർത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടേ റെഫർ ചെയ്ത്. അപ്പോൾ ഇവിടെയും സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അവരുടെ പ്രമാണങ്ങൾ. എന്നാൽ ബൈബിളിലേക്ക് നമുക്ക് തിരിയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വെളിച്ചം മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു വെളിച്ചമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഖുർആനിലേക്ക് തിരിയുമ്പോഴത്തേക്ക് മനുഷ്യനെ കൊല്ലുക, വെട്ടുക, കൈകാലുകൾ വെട്ടുക, പിരടിക്ക് വെട്ടുക, മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഈ കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് എന്നത് അറിയത്തില്ല, മനസ്സിലാകുന്നുണ്ടോ? 2020 ശേഷമാണ്, ഒരു 2020 തൊട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്തത് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ എൻ്റെ കൊണ്ട് ഇടയത്. പ്രേക്ഷകർ അതുകൊണ്ടൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ നിങ്ങൾ എന്താണ് വളരെ ശ്രദ്ധയോടുകൂടി വളരെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം സ്ക്രീൻ കാസ്റ്റാണ്, തെളിവുകൾ എല്ലാം തെളിവുകൾ ഇവിടെ നമുക്ക് എന്താണ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുന്നു. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമയെ സ്വതന്ത്രമാക്കി ആകേലയിൽ ഉറച്ചപ്പൻ നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും എന്താണ് എവിഡൻസ് സഹിതമാണ് നമ്മൾ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് വാർ എ ഗുഡ് വാർഫെയർ ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തെളിവ് സഹിതമാണ് പറയുന്നത്. അപ്പോൾ തെളിവോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ബൈബിൾ പ്പോഴത്തേക്കും അവിടെ എന്താണ് വായിക്കുന്നത്? സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി വർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി യോക്ക് ഓഫ് ഡേ എക്സീഡിംഗ് ടു എ ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ്. സഹോദരന്മാരെ, സ്വാതന്ത്ര്യത്തിന് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ക്രിസ്തയേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തയേശു നമ്മുടെ എന്താണ് ശരിക്കും പാപങ്ങളെ ഏറ്റെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രൈസ്റ്റിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാൽവേഷൻ, രക്ഷ സൗജന്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, നമുക്ക് ആ സാൽവേഷൻ റിസീവ് ചെയ്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ രക്ഷ സൗജന്യമല്ലെന്ന് മാത്രമല്ല, വ്യാജരക്ഷയെക്കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ മതം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഈ ഭാഗത്ത് സമയത്തിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് തൽക്കാലം ഇങ്ങനെയുള്ള കുറച്ച് റെഫറൻസ് എന്നാൽ കഴിയുന്നിടത്തോളം ന്യൂസ് പേപ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസും ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് നേരം കൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ, ലൈവായിട്ടന്നെ കേൾക്കുന്നു. അതുകൊണ്ട് വീണ്ടും തുടർന്ന് നിങ്ങൾ വീണ്ടും കേൾക്കുക. സെബാസ്റ്റ്യൻ മുന്നേക്കലിൻ്റെ വീഡിയോ, ട്രൂത്ത് ഫൈറ്റേഴ്സ് അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോ ഒക്കെ പോയി കണ്ടെന്ത് ചെയ്യുക, ഗുണം പഠിച്ച് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുന്നു. ആ വീഡിയോസൊക്കെ കണ്ട് ഗുണം പഠിക്കുക. എൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണുക. അപ്പം അതിലേക്ക് നമ്മൾ തിരിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടെ ഒരു ലൈറ്റ്, ഒരു വെളിച്ചം, ആ ഒരു അനുഭവം കിട്ടും. ഇനി അടുത്ത എത്രമാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പിന്നെ ആൻറ്റി വിമൻ റിലീജിയൻ എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അന്യസ്ത്രീകളെ മോഹിക്കുന്നതായിട്ടുള്ളൊരു പുള്ളിംഗ് ഡൗൺ ഓഫ് ഒരു പ്രവണതയാണ്, ഒരു ടെൻഡൻസിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ത്രീകളെ പിന്നെ കരസ്ഥമാക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വന്തമാക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ് പറയുന്നത്? ഇവിടെ ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ള അനുഭവത്തിലാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ബൈബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ അനേക ഭാര്യമാരെ എടുക്കാനായിട്ട് പറയുന്നത്. എന്ന് മാത്രമല്ല ബൈബിൾ നമ്മൾ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ നിന്നെ പോലെ നിൻ്റെ നൈബറിനെ സ്നേഹിക്കാൻ പറയുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ്, അവരുടെ പെരടിക്ക് ഒട്ടുക, പിന്നെ എന്ത് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട തെളിവുകളെല്ലാം തന്നെ ധാരാളമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഫോർ ബദൻ ഇഹൻ കാൾബട്ടി, അവരുടെ ബോഡിയെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് പിന്നെ എന്താണ്
ബൈബിളൊന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കൂടി വരും. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, നീ നിന്നെപ്പോലെ നിൻ്റെ നെയ്ബറിനെ സ്നേഹിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബോഡിയെ ചിന്ന ഭിന്നമാക്കുക, വേണ്ടുന്ന രീതിയിൽ വൈകൃതമാക്കുക. അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരോട് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇവരുടെ മതപ്രമാണ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അല്ല ചുമ്മാതെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ, എൻ്റെ വീഡിയോ കാണുക, അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോ കാണുക, സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ വീഡിയോ കാണുക. അത് കണ്ട് മാക്സിമം ഗുണം പിടിച്ച് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻസ് മാക്സിമം കണ്ട് ഗുണം പിടിച്ച് ഒന്ന് രക്ഷപ്പെട്ട് എന്ത് ചെയ്യുക, ക്രിസ്തേഷ്യൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്രൈസ്റ്റിൻ്റെ ഫ്രീ ഗ്രേസിലേക്ക് വരിക. ഗ്രേസ് ഫ്രീ ആണ്, മനസ്സിലാവുന്നുണ്ട്. ഗ്രേസിലേക്ക് വരിക, സ്നാനപ്പെട്ട് ഫോർ ബുധൻ യുഹൻ കാൽബട്ടി ബാപ്റ്റിസം, ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയിൽ, ജീസസ് ക്രൈസ്റ്റിനുള്ള ബാപ്റ്റിസം, പിന്നെ അന്യഭാഷ ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. ക്രിസ്തേശു നമുക്കെന്താണ്, ബൈബിൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ക്രൈസ്റ്റ് ജീസസ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അത് സൗജന്യമാണ്. ആ ഒറ്റ കാര്യത്തിൽ കൂടെ ഒരു മനുഷ്യന് സ്വർഗ്ഗരാജ്യത്തിൽ പോകും. വേറെ ഒരു യാഗവും കർമ്മവും പിന്നെ ഇരട്ട വിളയ്ക്കാൻ മറ്റേ കരിങ്കല്ലൊന്നും ചുവന്നുകൊണ്ട് നിൽക്കാനൊന്നും അവിടെ ഒരിടത്തും പറയുന്നില്ല. എന്നാൽ ഈ മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, അവിശ്വാസികളെ ക്രൂരമായിട്ട് ഇത്രയും നോൺ മുസ്ലിംസിനെ കൊന്നാലും വെട്ടിയാലൊന്നും ഇവർക്ക് സ്വർഗം കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. അവർക്ക് തന്നെ നല്ല ഉറപ്പില്ല, രക്ഷയ്ക്കൊരു ഗ്യാരണ്ടി ഇല്ല. എന്ന് മാത്രമല്ല, അവർ നോൺ മുസ്ലിംസിനെ മാക്സിമം വൈകൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കത്തില്ല. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് ഒരു സ്ഥാനം അവിടെ കൊടുത്തിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥാനം അവിടെ അവർ കൊടുത്തിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? എന്ന് മാത്രമല്ല, സ്ത്രീകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത പട്ടീനെ പോലെയാണെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യം മുടിഞ്ഞു എന്ന് പറയുന്നത്. ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൽ എന്താണ്, മെയിലെന്നോ ഫീമെയിലെന്നോ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇൻ്റർനാഷണൽ കേരളത്തിലാണ് ഇങ്ങനെയുള്ളതെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വാ, കേരളത്തിന് പുറത്തോട്ട് പാടേ. ഞാനും കേരളത്തിന് കുറച്ച് പുറത്ത് പോയതാണ്. നമ്മളെ കുറച്ച് നേരം പിടിച്ചു, ഞാൻ മേടിച്ചോളാം. ഞാനും കേരളത്തിന് പുറത്ത് കുറച്ച് പോയതാണ്ടേ. അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റർ പ്രിയ ആനന്ദ് അങ്ങനെയൊക്കെ നോക്കും. ഈ കേരളത്തിനകത്താണ് സ്ത്രീകൾക്ക് ഇത്രയും ശുശ്രൂഷയില്ലാത്തത്. അത് ഇവിടുത്തെ പാസ്റ്റർമാരുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ആയിരിക്കാം, മേ ബി. പക്ഷേ മൂലഭാഷ എല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ പുറത്തൊക്കെ നമ്മൾ കേരളത്തിനൊക്കെ പുറത്ത് പോയി നോക്കണം, സ്ത്രീകളൊക്കെ ശക്തമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീകളെന്ന് വെച്ചാൽ ബാക്കിൽ അങ്ങ് ഒരു വെള്ള തുണിയിട്ട് അങ്ങനെ, മനസ്സിലാവില്ല. പാസ്റ്റർമാരെ അങ്ങനെ ആക്കിയിരിക്കുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ തെളിവുകൾ, മനസ്സിലാവുന്നുണ്ടോ? ഞാനും പണ്ട് ഒരു 2020 മുമ്പൊക്കെ, പണ്ടൊക്കെ ഉള്ള കാലം, ഈ ലോക്ക്ഡൗൺ കാലഘട്ടം വന്ന ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞ് വീഡിയോസൊക്കെ പഠിച്ച് എടുത്ത് മറ്റേ സ്വന്തമായിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചിന്തിക്കാൻ ഇടയൊക്കെ, മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ ഒരു കോവിഡ് കാലഘട്ടം വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ളത് ക്രിസ്തേഷ്യൻ്റെ അടുക്കലാണ്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഭൂമിയുടെ ഉൽപ്പത്തി സമയത്താണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ മെയിലായിട്ടും ഫീമെയിലായിട്ടും സൃഷ്ടിച്ചത്. അത് റീപ്രൊഡക്ഷന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൗവ ആൻറ്റി ആ ഫലം ഭക്ഷിച്ചതിന് ശേഷമാണ് പുരുഷൻ നിന്നെ ഭരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുമ്പേ അങ്ങനെ ഒരു എന്തില്ല, ഒരു കാര്യം അവിടെ പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ടാണ് സൃഷ്ടിച്ചത്. എന്ന് മാത്രമല്ല, പിന്നെ സ്ത്രീകളുടെ ശുശ്രൂഷ എന്നുള്ളൊരു പ്രത്യേക ഒരു വീഡിയോ ആണ്, നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ചെയ്യാം, മനസ്സിലാവുന്നുണ്ടോ? ഇൻ്റർനാഷണൽ ലെവലിലോട്ടൊക്കെ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാവുന്നുണ്ടോ? നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് ശുശ്രൂഷ ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്? ക്രിസ്തേഷ്യൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. ഗലാത്യർക്ക് എഴുതിയ പുസ്തകം 3:27 താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കാൻ മനസ്സിലാക്കാം. എന്നാൽ ഇസ്ലാം റിലീജിയനിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മെൻസസ് ആയ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പട്ടിയെ പോലെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ഇത്രമാത്രം ഇകഴ്ത്തി തരം താഴ്ത്തുന്ന ഒരു റിലീജിയൻ. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഭരിക്കുന്ന രാജ്യം മുടിഞ്ഞു പോകുമെന്നാണ് ഈ മതം പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം സ്ത്രീ വിരോധം അല്ലെങ്കിൽ ആൻറ്റി പിന്നെ വിമൺ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, കാസ്റ്റിംഗ് ഡൗൺ ഇമേജിനേഷൻ, എത്രമാത്രം ആൻറ്റി വിമൺ അല്ലെങ്കിൽ എന്താണ് ആൻറ്റി വിമണിഷാണ് ഈ റിലീജിയൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഫോർ ബുധൻ യുഹൻ കാൽബട്ടി ആൻറ്റി ഡെമോക്രാറ്റിക് ആണ്, ആൻറ്റി വിമണിഷാണ്, അതുപോലെ ആൻറ്റി നാഷണലാണ്. അതുപോലെ തന്നെ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ എന്താണ് ആൻറ്റി ഗ്ലോബലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഡിസ്ട്രക്ഷൻ ആഗ്രഹിക്കുന്ന ഒരു മതമാണ്, മനസ്സിലാവുന്നുണ്ടോ? ബൈബിളിലോട്ട് നമുക്ക് തിരിഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ധാരാളം തരാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന് ബൈബിൾ പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ ദുഷ്കാമം തീർക്കാൻ വേണ്ടി അവർ, നമ്മൾ നേരത്തെ പോയ സമയത്ത് ഉണ്ടാവും, യൂസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഹോളി വാഴ്സ് ക്യാരീഡ് ഓൺ ബൈ ദ പ്രോഫറ്റ് ആൻഡ് വി ഹാഡ് നോ വുമൺ വൈഫ് വിത്ത് അസ്. എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് ഒരുപാട് കാലം അവർ അകന്ന് നിന്നു. സോ വി സെറ്റ് ടു ദ പ്രോഫറ്റ് ഷാൽ വി കാസ്ട്രേറ്റ് അവർ നമ്മൾ കാസ്ട്രേറ്റ് ചെയ്യട്ടോ. ബട്ട് ദ പ്രോഫറ്റ്, ഇവരുടെ വ്യാജതയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രവാചകൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഫോർബിഡ് അസ് ടു ഡു ദാറ്റ് ആൻഡ് ദെൻ ഫോർത്ത് അലൗഡ് അസ് ടു മാരി എ വുമൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കാമുട്ട,
എന്നുവെച്ചാൽ 4 ദിവസം വേണമെങ്കിൽ വിവാഹം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യാം. അതെന്തോന്ന് വിവാഹം അവിടെ 4 ദിവസത്തേക്കാണ് വിവാഹം കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദുഷ്കാമം തീർക്കാൻ വേണ്ടി 4 ദിവസം വിവാഹം ചെയ്യാതെ. അപ്പോൾ എത്രമാത്രം എന്താണ് പുള്ളിങ് ഡോണസ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. പുള്ളിങ് ഡോണസ് ടോൾസായി ദുഷ്കാമങ്ങൾ നിറഞ്ഞ, അല്ലെ ദുഷ്കാമ പ്രവൃത്തികൾ ചെയ്യുന്ന, അല്ലെ ദുഷ്കാമ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റിലീജിയനാണ് ഇസ്ലാം റിലീജിയൻ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ട്. അവിടെ ഉത്തരമായിട്ട് പറയുന്നത് ബൈ ഗീവിങ് ഹെർ ഈവൻ എ ഗാർമെന്റ് ആൻഡ് ദെൻ ഹി റെസൈറ്റഡ് ഓ യു ബിലീവ് ഡു നോട്ട് മേക്ക് അൺലാഫുൾ ദ ഗുഡ് തിങ്സ് വിച്ച് അല്ലാഹ് ഹാഡ് മേഡ് ലാഫുൾ ഫോർ യു. ഇവിടെ വല്ലവൻ്റെയും ഭാര്യയെ നോക്കുന്നതാണ് ഇവിടെ ലാഫുൾ എന്ന് പറയുന്നത്. വല്ലവൻ്റെയും ഭാര്യ അടിച്ചു മാറ്റി വിവാഹം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുന്നതാണോ ലാഫുൾ എന്ന് പറയുന്നത്. ലാഫുൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അവനവൻ്റെ ഭാര്യയും ഭർത്താവോട്ട് സന്തോഷമായിട്ട് കഴിയുന്നതും, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ആഘോഷം, മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് വളരെ സന്തോഷമാണ്. വല്ലവൻ്റെയും ഭാര്യയും ഭർത്താവിനോട്ട് ജീവിക്കുന്നത്, അതാണ് ആഘോഷം. അങ്ങനെയുള്ള ജീവിതം നിലനിൽക്കും. അതൊരു ശാശ്വതമായ വിവാഹ ജീവിതമാണോ? അതാണ് ആ ജീവിതം. ബൈബിളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം ശരിക്കും പറഞ്ഞാൽ ഏക ഭാര്യ ഏക ഭർത്താവ്, ഇന്ദ്രിയജയം, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവാഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ മനുഷ്യന് വേറെ പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് അതായത് ഡെസ്റ്റിനേഷൻ, എയിംസ് ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ഏത് സമയത്ത് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ചിന്ത. ഇതിൻ്റെ റെഫറൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സഹീഹുൽ ബുഖാരി 46:15 ഇവിടെ പറയുന്നുണ്ട്. ഇൻ ബുക്ക് റെഫറൻസ് ബുക്ക് 65 ഹദീത്ത് 137. റെഫറൻസ് വോളിയം നമ്പർ 6 പിന്നെ ബുക്ക് 60 ഹദീത്ത് 139. അനദർ റെഫറൻസ് ടു പ്രൂവ് ദാറ്റ് ഇസ്ലാം ഈസ് ക്രൂവൽ ഇസ്ലാമിക് ഇന്റർനാഷണൽ നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമാബാദ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി വർത്ത് ക്രൈസിസ് വേണ്ട ശ്രീ സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമയ സ്വാതന്ത്ര്യമൊക്കെ ആകെയിൽ ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. അനദർ റെഫറൻസ് ടു പ്രൂവ് ദാറ്റ് ഇസ്ലാം ഈസ് ക്രൂവൽ ഇസ്ലാമിക് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്ലാമാബാദ്. ഇവിടെ നമുക്കൊരു കാര്യം ഫോർബദൻ ഹിൻ കൽവട്ടി കാര്യം ചിന്തിക്കും. അക്കോർഡിംഗ് ടു ദ റിസർച്ച് കണ്ടക്ടഡ് ബൈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ 2012 in Pakistan in every 2 hours a woman is subjected to rape and in 8 hours നാമിനെ അടിമത്തിൽ കുടുങ്ങി പോരുത്. എവരി 3 women is subjected to gang rape. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്? പണ്ടൊരിക്കൽ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? In Pakistan, every 2 hours a woman is subjected to rape and in 8 hours every 3 women is subjected to gang rape. പിന്നെ ഇവിടങ്ങളിലൊക്കെ റേപ്പ് ചെയ്യപ്പെട്ടാൽ ഇരയ്ക്കാണ് ശിക്ഷ. കാരണം അവിടുത്തെ നിയമം പൈശാചിക നിയമം അത്രയും. പൈശാചികം ഒന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ, കുറച്ച് ഒരു മൈക്കൊണ്ട് അനൗൺസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എക്സാമ്പിൾ എത്ര വേണമെങ്കിലും കിട്ടും. CNN ഒന്ന് റിപ്പോർട്ടൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ. എക്സാമ്പിൾ 1, ഒരു നോർവീജിയൻ പെൺകുട്ടിയെ യുവതിയെ റേപ്പ് ചെയ്തിട്ട് ആ യുവതിക്ക് 12 മാസം ശിക്ഷ. ഇത് എന്തൊരു അവസ്ഥയുടെ ഇത് എന്ന് ആലോചിച്ച് നോക്കിയാൽ. സുഡാപ്പികൾക്ക് പറ്റിയ മതം. മനസ്സിലാകുന്നുണ്ടോ? ക്രൂവൽ റിലീജിയൻ പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ അയാൾ റേപ്പ് ചെയ്യപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ പിന്നെ ആ നാട്ടിലെ പോലീസിനെ വിളിക്കുമോ? പോയിന്റ് നമ്പർ 2, USA-യിൽ വിമൻ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 15ാം സ്ഥാനമാണുള്ളത്. എന്നാൽ UAE-യിൽ വിമൻ സെക്യൂരിറ്റി ഇൻഡെക്സിൽ 49. ഇത് കുറേയൊക്കെ റെഫർ ചെയ്താണ്ടേ കിട്ടിയത്, അല്ല ചുമ്മാ ഇങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇരുന്നാലും ക്രൈസിസിന് നൽകാൻ കഴിയും. നമുക്ക് കുറച്ച് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. 49ാമത്തെ സ്ഥാനമാണ് പോലും. അയ്യേ നാണക്കേട്. ഒരു നശിച്ച മതം. എന്തൊരു ക്രൂവൽ, എന്തൊരു നാറ്റം പിടിച്ച പൈശാചിക മതം. ഓ സാത്താനെ, ഇൻ ദ നെയിം ഓഫ് അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ദ ഫാദർ ത്രൂ ഹിം. എക്സാമ്പിൾ 2, ദ ഗേൾ ഓഫ് കത്തിഫ്. റേപ്പ് കേസസ് കാൾസ് സൗദി ലീഗൽ സിസ്റ്റം ഇൻ ടു ക്വസ്റ്റ്യൻ. ഇവിടെയും റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയും ഗാങ് റേപ്പ് ഇരയ്ക്കാണ് ശിക്ഷ 80 ചാട്ടവാറടി കിട്ടിയത്. കാരണം പെൺകുട്ടിയുടെ കൂടെ വന്ന മനുഷ്യൻ പെൺകുട്ടിയുടെ ബന്ധുവല്ല പോലും. എന്തൊരു വൃത്തികെട്ട മതം. ഇങ്ങനെയായാലും ഈ രാജ്യങ്ങളിൽ റേപ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുമോ? എന്നിട്ട് അവർ തള്ളുന്നതോ? ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല. അയ്യടാ, മനസ്സിലായില്ലേ? നിങ്ങളുടെ നാട്ടിൽ പിന്നെ എന്തോ ഉണ്ട്? അങ്ങനെ പോകുന്നു. അപ്പം ഇതിൻ്റെ പാർട്ട് 5 ഉണ്ട് കേട്ടോ. കേരളത്തിലും പണ്ടൊരു പാർട്ടിക്കാരുടെ കമ്മിറ്റി പറഞ്ഞത് ഇത് ഗ്രേഡ് കുറഞ്ഞ പീഡനമാണ്. അത് ഈ മുസ്ലിം നാമിനെ അടിമത്തിൽ കൂടി പോരുത്. മതക്കാരുടെ പാരമ്പര്യം, സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമയ സ്വാതന്ത്ര്യമൊക്കെ അകലെ ഉറച്ചുപിൻ നാമിനെ അടിമത്തിൽ കൂടി പോരുത്. മതക്കാരുടെ പാരമ്പര്യം അനുസരിച്ചാണ്. കാരണം അവരുടെ നാട്ടിലും കസ്റ്റമിലും ഒരു പെനട്രേഷൻ നടന്നാൽ മാത്രമേ പീഡനമായി കാണുവാൻ കഴിയൂ. അതായത് ഒരു പെൺകുട്ടിയെ സ്ത്രീയെ പിടിച്ചാലോ കിസ് ചെയ്താലോ ഒന്നും പീഡനമായി കണക്കാക്കാൻ ഒക്കില്ല എന്നാണ് ഇവരുടെ മതം. എക്സാമ്പിൾ 3, ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ടു അത്തേഫ രജബി സഹീല, ഏജ് നമ്പർ 16 വയസ്സുള്ള, സെൻറ്റൻസ് ടു ഡെത്ത് ഫോർ ബീയിങ് ഗാങ് റേപ്പ്. ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് യുവതിക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലുകയും തന്നെ ഈ സാരി
ശരീഅത്ത് കോർട്ട് വെറുതെ വിടുകയും, സാരിയല്ല കേട്ടോ, ശരീഅത്ത് കോർട്ട് വെറുതെ വിടുകയും, സാരിയും ചുരിദാറൊന്നുമല്ല, ശരീഅത്ത് കോർട്ട് വെറുതെ വിടുകയും ചെയ്തു. എന്തൊരു പൈശാചിക കോട്ടെന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിങ് ടോണം നാം പിന്നെ അടിമത്തിൽ കൂടി പോരും. എന്തൊരു പൈശാചിക കോട്ടെന്ന് ആലോചിച്ച് നോക്കുക. അനക്ഷർ ഇവിടെ ഈ പെൺകുട്ടിക്ക് ഗാങ് റേപ്പ് എന്ന ദുരനുഭവം നേട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് മേൽ പറഞ്ഞ ദുഷ്ട ശരീഅത്ത് കോർട്ട് തനിക്ക് ദുരനുഭവം നേരിട്ട് തൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ പൈശാചിക കോടതി കണ്ടെത്തി. അതിൽ കുബിത യുവതി തൻ്റെ കാലിൽ കിടന്ന ഷൂസ് അഴിച്ചെടുത്ത് ഈ പൈശാചിക ജഡ്ജിയുടെ മോന്തായത്തിൽ മുഖത്തിൽ വലിച്ചെറിഞ്ഞു. തുടർന്ന് അവൻ കുബിതനായ യുവതിയെ തൂക്കിക്കൊല്ലുവാൻ പൈശാചികമായി വിധിച്ചു. പിശാചിൻ്റെ ഓരോ ക്രൂരതയും, അതായത് ഇരുട്ടിൻ്റെ വാക്കിലാണ്, മറവിലാണ് ഒരു പെൺകുട്ടി യുവതി ആരെങ്കിലും റേപ്പ് ചെയ്ത് എന്തെങ്കിലും 4 പുരുഷന്മാർ ഈ സംഭവം കണ്ടെങ്കിൽ മാത്രമേ ഇതിനെതിരെ കേസസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇസ്ലാം മതത്തിൽ 2 women = 1 man എന്ന് ഓർക്കണം. ഇതാണ് ശരിയല്ല എന്ന് പറയുന്നത്. നാം ഇനി അടിമത്തിൽ കൊണ്ടുവരുന്നത് എന്തൊരു ഉടായ്പാണ്ടേത്. ദിസ് ഈസ് ശരിയല്ല. ടോപ്പ് ഇൻസ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു 4 പുരുഷന്മാർ ഇത് കണ്ടുകൊണ്ട് നിന്ന് തന്നെ ഇരിക്കട്ടെ. അവർ വന്ന് കോർട്ടിൽ വിറ്റ്നസ്സായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ആ ജഡ്ജി ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ആ റേപ്പിൽ നിന്നും ആ യുവതിയെ നിങ്ങളുടെ ബലം ശക്തി ഉപയോഗിച്ച് രക്ഷിച്ചില്ല? അയ്യേ ഇത് നാണക്കേട്. ചേ പണ്ട് മാർവേനിസ് കോളേജിൽ അയ്യേ നാണക്കേട്, കേസ് എന്നൊക്കെ പറയില്ലേ. ആ ഒരു കാര്യം അവിടെ നിന്ന് കട്ട് കോപ്പി ചെയ്ത് ബേസ് ചെയ്ത് ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. റേപ്പ് ലാസ് ഇൻ പാകിസ്ഥാൻ, വിൽ വി ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ബൈ റൂബ ഷബൂർ, എ പാകിസ്ഥാനി കോളേജ് ലെക്ചറർ, പബ്ലിഷ്ഡ് ഓൺ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അതായത് ഒരു യുവതിയെ ഇവിടെ നോക്കുക, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക, മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു യുവതിയെ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും 4 പുരുഷന്മാരായാലും പോലെ, അവരെല്ലാവരും 4 മുസ്ലിം പുരുഷന്മാർ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അന്യമതത്തിൽപ്പെട്ടവരോ ക്രിസ്ത്യൻസോ സാക്ഷ്യം പറഞ്ഞാൽ പോരാ, 4 മുസ്ലിം പുരുഷന്മാർ തന്നെ ആയിരിക്കണം. അന്യമത പുരുഷനോ ക്രിസ്ത്യൻ വിറ്റ്നസ്സോ ആണെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ വേണമെങ്കിൽ പൈശാചിക കോർട്ട് പുറപ്പെടുവിക്കും. ചേ നാണം കെട്ട ശപിക്കപ്പെട്ട തകരുവാൻ പോകുന്ന നീ നാം എന്നെ അടിമത്തിൽ കൊണ്ടുവരും. അയ്യേ ഇത് നാണക്കേട്. ചേ ഈ നിയമം വരാൻ കാരണം മുഹമ്മദ് എന്ന കള്ളപ്രവാചകന്റെ ചില സ്വാർത്ഥ ആഗ്രഹം, സ്വാർത്ഥ താല്പര്യം അത്രേ. അതായത് മുഹമ്മദിന്റെ ഇഷ്ടഭാര്യ ഐഷ ഒരിക്കലുമായി സഫ്വാൻ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു. 2 പുരുഷന്മാർ വന്ന് മുഹമ്മദിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഉടനെ മുഹമ്മദ് ഒരു ആയത്തങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. 2 അല്ല 4 സാക്ഷികൾ വേണം. 4 പേരുടെ സാക്ഷ്യമല്ലാതെ ഒരു കുറ്റവും സ്വീകരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരെ ചാട്ടവാർ കൊണ്ട് അടിക്കാൻ ഈ ക്രൂര മുഹമ്മദ് കൽപ്പിക്കുന്നു. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന്റെ ക്രോക്കഡ് ആൻഡ് ക്രൂവൽ സ്വഭാവം പോലെയുണ്ട് അല്ലേ വായനക്കാരെ? 24-13 വായിക്കാം. ഇവിടെ ഞാൻ സ്ക്രീനിൽ വായിക്കാൻ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ചുമ്മാതാ പറയല്ലേ, തെളിവ് സേതോണ്ടേ പറയുന്നു. അതുകൊണ്ട് ഗുണം പിടിച്ച് ക്രൈസിസിനെ രക്ഷനെ സ്വീകരിച്ച് എത്രയും വേഗം രക്ഷയുടെ പെട്ടകത്തിലേക്ക് വരാൻ നോക്കും. അവരെന്തുകൊണ്ട് ഇത് അന്ത്യകാലമാണ്, നിങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് പണ്ടേ അറിയാം. പക്ഷേ ഇത് നമ്മളൊക്കെ പണ്ട് വിചാരിച്ച കത്തക്കരോ മറ്റവരൊക്കെ ആയിരിക്കും ആൻറ്റി ക്രൈസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നോൺ മുസ്ലിംസിനെ വെട്ടാനും കൊല്ലാനും പഠിപ്പിക്കും. ഇതല്ലാതെ പിന്നെ ആൻറ്റി ക്രൈസ്റ്റിനെ തേടി അങ്ങ് റോം വരെ പ്ലെയിൻ പിടിച്ച് പോകണ്ടേ? പിന്നെ തിരുമലയോ പിന്നെ വെഞ്ഞാറമൂടോ നെടുമങ്ങടോ ഒന്നും പ്ലെയിൻ പിടിച്ച് പോകണ്ട, ഓട്ടോ പിടിച്ച് പോകണ്ട, പൈസ കയ്യിൽ നിന്നോട്ട് അത് വല്ല ജ്യൂസ് വല്ലതും മേടിച്ച് കൂടിയടേ. ആൻറ്റി ക്രൈസ്റ്റ് നേരെ ഖുറാനിലോട്ട് പാടേ, അതിനകത്തുണ്ടേ. അവരെന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? എന്നാൽ അവർക്ക് സാക്ഷികളെ കൊണ്ടുവരാത്തതിനാൽ അവർ തന്നെയാകുന്നു അള്ളാഹുവിൽ വ്യാജവാദികൾ. ഇനി സ്ത്രീകളെ അടിക്കാൻ ഖുറാൻ പറയും. അതിന് തെളിവ് താതരം ഖുറാൻ 24-13 വായിക്കുമ്പോൾ ശരിക്കും മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കണമെന്നുള്ളത് ലൈംഗികമായി ആകർഷിക്കപ്പെടുന്നത് തടയാൻ വേണ്ടി അല്ല. അവിടെ മുഹമ്മദിന്റെ സ്വാർത്ഥ താല്പര്യം അത്ര നിറവേറ്റി. അതായത് മുഹമ്മദിന്റെ ഭാര്യമാർ മലമൂത്ര വിസർജനത്തിന് പോയപ്പോൾ മുഹമ്മദിന്റെ ഫാദർ ഉമർ സൗദ വിസർജനത്തിന് ഇരിക്കുന്നത് കണ്ടു. അത് മുഹമ്മദിനോടൊന്ന് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ആയത്ത് ഇറങ്ങിയത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 6 തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആൻറ്റി ഇസ്ലാമിക് വ്യൂസ് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങളുടെയൊക്കെ അതായത് നമ്മുടെയൊക്കെ ശരീരം മാറ്റപ്പെട്ട് കഴിഞ്ഞാലും സ്വർഗീയ ശരീരമായിരുന്നാലും വരും തലമുറ ഓർക്കാൻ വേണ്ടി ഇപ്പം ജയചന്ദ്രൻ പോയപ്പോഴത്തേക്കും ഓർക്കാൻ വേണ്ടി കേവല മധ്യഭാഷ എന്നൊക്കെയുള്ള പാട്ടുകൾ സംഭാവനയായിട്ട് നൽകി അല്ലേ. അതുപോലെ തന്നെ മമ്മൂക്ക ഇന്നസെൻ്റ് പോയപ്പോഴത്തേക്ക് എന്തപ്പം കാട്ടണേ നീ എങ്ങടെ പോടെ, അപ്പോൾ ആ ഒരു ശബ്ദ സംഭാവനയായിട്ട് നൽകി അല്ലേ. അപ്പോൾ അതുപോലെ ഞാനും ഓരോ മനുഷ്യർക്കും ഓരോ സംഭാവനയുണ്ട് അല്ലേ. ചില ഭാസ്റ്റർമാർ ചില കാര്യങ്ങൾ സംഭാവന ചെയ്യും. അതുപോലെ വേണമെങ്കിൽ ഇപ്പോൾ ഒന്നാ കാണിച്ചു തരാം. യൂട്യൂബിലോട്ട് കയറി ബാ, ഇങ്ങോട്ടോ സ്ക്രീനിലുള്ളത് അതുപോലെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങോട്ടോ പറഞ്ഞുതരാം, ബാ കയറി ഇങ്ങോട്ടോ. അങ്ങോട്ട് പതുക്കെ നടക്കണം, അങ്ങോട്ട് നടന്ന് കാലുളുക്കല്ലേട്ടാ. ഇവിടെ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇതാണ്ട് ഇങ്ങോട്ടൊക്കെ ആൻറ്റി ഇസ്ലാമിക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാനലിലേക്ക് പോകും. ആൻറ്റി ഇസ്ലാമിക് എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കിയത് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി അപ്പം നമ്മുടെ ശരീരം മാറ്റപ്പെട്ടാൽ ഇവിടെ ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ ഓരോ ആളുകളെ സ്വർഗ്ഗരാജ്യത്തേക്ക് പുതിയ ശരീരം മനസ്സിലാകുന്നുണ്ടോ. ഇവിടെ ഈ പിണറായി വിജയൻ്റെ ഭരണവും ആസ്വദിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാനാണ് അവിടെ ഇരിക്കുന്നത്. ആ ഭരണത്തെക്കുറിച്ച് വേച്ചായിരിക്കണം, പറയാതിരിക്കുകയാണ് ഭേദം. അത് നമുക്ക് പിന്നൊരു വീഡിയോ പറയാം.
മനസ്സിലായോ? ഇവിടെ എല്ലാവർക്കും തൊഴിലില്ലായ്മ കൊണ്ട് അത് സാത്താൻ്റെ മറ്റൊരു അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ്താവിക്കാം. ഇപ്പം ആൻറ്റി ഇസ്ലാമിക് എന്നുള്ള ആ ഒരു ഞാൻ കാണിച്ചത് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ വച്ചിട്ടുണ്ടേ, മനസ്സിലായില്ലേ? ഇനി ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ കേരളത്തിനകത്തോ പുറത്തോ നെടുമങ്ങാടോ നോർത്ത് ഇന്ത്യയിലോ പിന്നെ ഇൻ്റർനാഷണൽ എവിടെ പോയിരുന്നാലും നിങ്ങൾ ഞാൻ ഇല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. മനസ്സിലാകുന്നു? എങ്ങനെയെങ്കിലും പോയി ഒന്ന് ഗുണം പിടി. പുള്ളിംഗ് ഡോണസ്ട്രോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് സൗജന്യമായി നിങ്ങൾക്ക് സാൽവേഷൻ റിസീവ് ചെയ്യാൻ പറ്റും. പ്ലേസ് ലിസ്റ്റിൽ ആൻറ്റി ഇസ്ലാമിക് ഇതാ ഇങ്ങോട്ടൊക്കെ ഇവിടെ നോക്ക് ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. കുർലോസ് കണ്ട ഇസ്ലാം, ഗീവർഗീസ്, പിന്നെ മാറി നോക്ക് എത്ര നോക്ക് ഇവിടെ നോക്ക് 218 വീഡിയോസ് അവിടെ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 218 ദിവസം ഞാൻ തന്നെ വെച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ കയറിയൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ വീഡിയോ, ഇസ്ലാമിക സംവാദം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും. മനസ്സിലാകുന്നുണ്ടോ? ആൻറ്റി ഇസ്ലാമിക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ആൻറ്റി ഇസ്ലാമിക് സ്റ്റഡീസും നോക്കിയാൽ മനസ്സിലുണ്ടോ? അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി രക്ഷപ്പെടാൻ പറ്റും. ഇനി ഒരു കൺക്ലൂഷൻ നമുക്ക് ഈ യോഗത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള അർത്ഥത്തിൽ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം പറഞ്ഞു. ഇനി ബൈബിളിലെ ചില ഭാഗങ്ങൾ വായിച്ചിട്ട് ഇതിൻ്റെ ഭാഗങ്ങളുണ്ട്. ഇത് ചെറിയ മരുന്നായിട്ടുള്ളൂ. ഇനിയും നല്ല മരുന്നുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി പിണറായി വിജയനുള്ള മരുന്ന് വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി ബൈബിളെന്ന് പറഞ്ഞേ, ബൈബിൾ നോക്കുന്ന പറയാം. ഈ എതിർക്രിസ്തു ആരാണ് എന്ന് പറയുന്നത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷും കൂടെ ഉള്ള ബൈബിൾ എടുക്കും. ഇവിടെ എതിർക്രിസ്തു ആരാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. എതിർക്രിസ്തു ആരാണെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോഹന്നാന്റെ ലേഖനത്തിലും പറയുന്നുണ്ട്. ഇവിടെ എൻ്റെ 2:18 ഓക്കെ, ലിറ്റിൽ ചിൽഡ്രൻ, അതായത് 1 യോഹന്നാൻ 2:18. ഇനി ബൈബിളിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു കൺക്ലൂഷൻ, ഒരു ആശീർവാദം എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. ലിറ്റിൽ ചിൽഡ്രൻ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം ആസ് യു ഹാവ് ഹേർഡ് ദാറ്റ് ആൻറ്റി ക്രൈസ്റ്റ് ഷാൾ കം, ഈവൻ നൗ ആർ ദെയർ മെനി ആൻറ്റി ക്രൈസ്റ്റ് വെയർ ബൈ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം. ഇനി മലയാളത്തിൽ വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു നമുക്കറിയാം. ഹിന്ദിയിൽ വായിക്കുമ്പോൾ ഹേ ലെറ്റ് കോം യഹ് अंतिम समय है और नाम अडिमतिल कुड़ी फोर बदन काल्डर लिबर्टी यह अंतिम समय है और जैसा तुमने सुना है स्टैंड फास्ट लिबर्टी अर्थ क्राइसिस मिनिस्ट्री नाम अडिमतिल कुड़ी हे लेट कॉम यह अंतिम समय है और जैसा तुमने सुना है कि मसीह का विरोधी आने वाला है उसके अनुसार अब ही बहुत से मसीह के विरोधी उड़े हैं हमसे इसे हम जानते हैं कि यह अंतिम समय है. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ദേ വെന്റ് ഔട്ട് ഫ്രം us but they were not of us, but if they had been of us they would no doubt have continued with us, but they went out that they might be made manifest that they were not all of us. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടി പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ലെന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ല. വേ നിക്കലെ തോ ഹം ഹി മേം സെ पर हम मेम के थे नहीं क्योंकि यदि हम मेम के होते तो हमारे साथ रहते, पर निकल इसलिए गए कि यह प्रकट हो कि वे सब हम के नहीं है. ഇവിടെ ഫോർ ബദനി ഹോൻപെട്ടി ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? അതായത് എതിർക്രിസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഫാദറിനെ സണ്ണിനെ നിഷേധിക്കുന്നതുകൊണ്ട് തന്നെ എതിർക്രിസ്തുവാകും. മനസ്സിലാകുന്നുണ്ടോ? ഫാദറിനെ സണ്ണിനെ നിഷേധിക്കുന്നതുകൊണ്ട് തന്നെ എതിർക്രിസ്തുവാകുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചിന്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഫാദറിനെ സണ്ണിനെ നിഷേധിക്കുന്നതുകൊണ്ട് തന്നെ ആരാകുന്നു? എതിർക്രിസ്തുവാകുന്നു. അത് മറ്റൊരു വീഡിയോ നമുക്ക് ചിന്തിക്കാം. ഇപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇനി 2 യോഹന്നാന്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. 2 യോഹന്നാന്റെ ലേഖനം നമുക്ക് വായിക്കാം കേട്ടോ. 2 യോഹന്നാന്റെ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? ആരാണ് എതിർക്രിസ്തു? എതിർക്രിസ്തു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇസ്ലാമിക് റിലീജിയനുമായിട്ടുള്ള ബന്ധം എന്താണ്? എതിർക്രിസ്തും ഇസ്ലാമിക് റിലീജിയനുള്ള ബന്ധം എന്താ? ബൈബിള് ഖുറാനിൽ നിന്ന് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മനസ്സിലായല്ലേ?
നോൺ മുസ്ലിംസിനെ കൈയും കാലും വെട്ടുക, അവരെ പെടലിക്ക് വെട്ടുക, അവരുടെ സ്ത്രീകളെ അപമാനിക്കുക. പിന്നെ ഇനി വേറെ കുറച്ച് തെളിവ് പറയുകയാണെങ്കിൽ പത്ര തെളിവുകളും മറ്റ് യൂട്യൂബ് വാർത്തകളെല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ട്രെയിനിൽ ബോംബ് വയ്ക്കുക, ബസ്സിൽ ബോംബ് വയ്ക്കുക, ബെൽറ്റ് ബോംബ് വയ്ക്കുക, ആ ബോംബ് വയ്ക്കുക, ഈ ബോംബ് വയ്ക്കുക, മറ്റവരെ കൊല്ലുക, അവരെ കൊല്ലുക എന്ന് വേണ്ട. വേണമെങ്കിൽ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ വേണ്ടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പിശാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അതായത് പിശാജ് കടന്നു വരുന്നത് സ്റ്റീൽ ചെയ്യാനും കില്ല് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ജീവൻ ഉണ്ടാകുന്ന സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണ് ആരും നിൽക്കുന്നത്. അവർ വൺലോണസ് ജീസ് ക്രൈസ്റ്റ് വന്നത്. ക്രൈസിസസ് നമുക്ക് എക്സീഡിങ് ചെയ്യും, എല്ലാതരം സന്തോഷം നമുക്ക് എന്ത് ചെയ്യുന്നു, നൽകുന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഫോർ മെനി ഡിസീവേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ വേൾഡ് ഹു കൺഫസ് നോട്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കം ഇൻ ദ ഫ്ലഷ്. ദിസ് ഈസ് എ ഡിസീവർ ആൻഡ് ആൻ ആൻറ്റി ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ ഒന്നവനൊന്നും സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുണ്ട്. വഞ്ചകനെ എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകും. क्योंकि बहुत से ऐसे फरमाने वाले जगत में निकल आए हैं जो यह नहीं मानते कि यीशु मसीह शरीर में होकर आया. फरमाने वाला और मसीह का विरोधी यही है. നമ്മൾ ഹിന്ദി ബൈബിൾ വായിക്കുമ്പോൾ മസീഹ എന്താണ് വിരോധി എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്. ഫോർ ബദൻ ഹാൻ കാൾഡ് ലിബർട്ടി. ഇവിടെ നമ്മൾ വായിക്കുന്നത് മസീഹ വിരോധി യഹി ഹെ. ലുക്ക് ടു യുവർസെൽഫ് ദാറ്റ് വി ലോസ് നോട്ട് ദോസ് തിങ്സ് which we have wrought, but that we receive a full reward. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ശ്രമിച്ചുള്ളൂ. अपने में चौकस रहो कि जो परिश्रम हम ने किया है उसको नाम ने अडिमतिल कुड़ी परद उसको तुम न स्टैंडफास्ट लिबर्टी वर्त क्राइस्ट नाम ने अडिमतिल कुड़ी उसको तुम न बिगड़ो वरन उसका पूरा प्रतिफल पाओ. താങ്ക്സ് വളരെ. പിന്നെ ഒരു അസുഖം ഞാൻ ഇത് എവർക്ക് നല്ല ഒരു ഫ്ലോ മാറാതിരിക്കണം. വെറുതെ അവരെ വിട്ടാക്കുമല്ലോ, ഇങ്ങനെ വളർത്തി അങ്ങനെ വിടാക്കും. പിന്നെ പിണറായി വിജയനുള്ളതാണ്. Whoso transgresseth and abide not in the doctrine of Christ hath not God. He that abide in the doctrine of Christ. പക്ഷെ അവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മിണ്ടാതെ വീഡിയോ മുസ്ലിങ്ങൾക്ക് കുറച്ച് കൊടുക്കാനുള്ള വീഡിയോ. ഞാൻ അല്ലാതെ നമുക്ക് പിന്നെ ഒരു സ്ഥലം വരാൻ കുഴപ്പമില്ല, പേടിക്കണം. കോയമ്പത്തൂർ ഒന്നായിരിക്കും, അതാ ചെന്നൈ. എവിടെയെങ്കിലും പോകില്ല, എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുന്നില്ലല്ലോ, നമുക്ക് അതാ വേണ്ട. ഇനി പിണറായി വിജയനുള്ളത് വേറെ, മെഡിസിൻ അത് വേറെ. അങ്ങനെ വെറുതെ വിട്ടോ, അയാളാണ് ഈ പീഡനം അത്രയും നടത്തി. കാരണം വരാനിരിക്കുന്ന എതിർ ക്വസ്റ്റ്യനെ തേടി വേറെ ഒരിടത്തും വേണ്ട, ഇവിടെ നോക്കിയാൽ പറ്റും. അതൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ, ഫ്രീ ആയിട്ടിരിക്കും. Whoso transgresseth and abide not in the doctrine of Christ hath not God. He that abideth in the doctrine of Christ hath both the Father and the Son. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരം ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനോ ഫാദറും പുത്രനും ഉണ്ട്. जो कोई आगे बढ़ जाता है और मसीह की शिक्षा में बना नहीं, उसके पास परमेश्वर नहीं. जो कोई इसकी शिक्षा में स्थिर रहता है उसके पास पिता भी है और पुत्र भी. പുള്ളിങ് ഡൗൺ നമ്മിൻ്റെ അടിമത്തിൽ കൂടി വരും. ഇവിടെ എത്രമാത്രം ഉടായ്പാണ് ഇതൊക്കെ, എന്തോ ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രമാത്രം വിമണിഷാണ്, അതുപോലെ ആൻറ്റി ഹ്യൂമാനിറ്റിയാണ്, അതുപോലെ തന്നെ ആൻറ്റി നാഷണലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഡെമോക്രാറ്റിക് ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഇഫ് there come any unto you and bring not this, receive him not into your house, neither bid him Godspeed. ഒരുത്തന് ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുക വരും. यदि कोई तुम्हारे पास आए और यही शिक्षा न दे उसे न तो घर में आने दो और न नमस्कार. എക്സൈഡിങ് ചോയ് നമ്മിനെ അടിമത്തിൽ കൂടി വരുന്നത്. അവിടെ നമുക്കൊരു കാര്യം പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ വെളിപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വലിയൊരു പിശാചിനെ തേടി വേറെ ഒരിടത്തും പോകണ്ട. നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ഇങ്ങോട്ടോ കാണിക്കില്ല. റെവലേഷൻ, അതായത് വെളിപ്പാട് 13 നമ്മൾ വായിക്കുമ്പോൾ പിശാച് ഏതാണ്ട് എവിടെയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പിശാചിനെ കാണാൻ ടിക്കറ്റ് പോകണ്ട. ആൻഡ് ഐ സ്റ്റുഡ് അപ്പോൺ ദി സാൻഡ് ഓഫ് ദി സീ. ഈ ലൈവ് വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്, എന്തുകൂടെ ഇതൊക്കെ. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ചെറിയ സംഭവം, ഇപ്പോൾ ജയചന്ദ്രൻ പുള്ളിയുടെ സംഭാവന, ഞാൻ എൻ്റെ സംഭാവന, ജയചന്ദ്രൻ പുള്ളിയുടെ സംഭാവന അത് കൊടുത്തോട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സമയം, ഇപ്പോൾ എനിക്ക് കുറച്ച്, ഇപ്പോൾ ജയറാമിൻ്റെ അടുത്തൊന്നുണ്ട് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പോയി. അപ്പം എൻ്റെ ഭാഷ പറഞ്ഞു വിത്തിൻ 24 hours 28 minutes ഞാൻ പിണറായി അങ്ങ് പൊക്കും കേട്ടോ. താൻ ഈ പുസ്തകം വായിക്കുമ്പോൾ ഖുർആനുമായിട്ട് ചേർത്തൊന്ന് കമ്പയർ ചിന്തിക്കണം. ഇവിടെ എന്തുമാത്രം ബെൽറ്റ് ബോംബുകൾ വെച്ചാണ് ആളുകളെ കൊല്ലുന്നത്. ഹണി റോസം പോച്ച അങ്ങ് വിട്,
അത് പിന്നെ പോട്ട് നമ്മുടെ ഇസ്ലാമിനെയോ സമൂഹത്തെ ബാധിക്കുന്നല്ല, വ്യക്തിപരമായ കാര്യമെന്ന് പറയാം. താനങ്ങോട്ട് ചിന്തിക്കും. വെഞ്ഞാറമൂട് സുരേൻ്റെ അടുത്ത് എന്തിനാ പോകുന്നത്? എൻ്റെ സൗണ്ട് ഇവിടെ നാട്ടിലെ പിള്ളേർക്കെല്ലാം കാണാതെ അറിയാമല്ലോ. തട്ടിയിടയിലെ പിള്ളേർ വരെ പറയും ഇനി വെഞ്ഞാറമൂട് വരെ പോകാനായിട്ട് രൂപ 10-34 കൊടുക്കേണ്ടി വരും. നെടുമുടി വേണുവിൻ്റെ സൗണ്ടിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്നുള്ളത് താനെന്തായി കാരണേ? അങ്ങോട്ടങ്ങ് ഇരിക്കുക. അതിനുവേണ്ടി വെഞ്ഞാറമൂട് വരെ പോകേണ്ട കാര്യമുണ്ടോ? 2001 നവ്യ നായർക്കല്ല തൊടുപുഴയിൽ കലോത്സവം നടന്നപ്പം കിരീടം കിട്ടാതെ പോയത്. അന്ന് അമ്പിളിക്കുട്ടിക്ക് കിട്ടി. താൻ എന്തായാലും സിനിമയിലേക്ക് വന്നല്ലോ. ഈ വീഡിയോ ലൈവായിട്ട് അങ്ങോട്ട് കാണുക. അപ്പോൾ തൻ്റെ സംശയങ്ങളും ആദികളും അങ്ങോട്ട് നീങ്ങിപ്പോവും. വെളുപ്പാട് ദിവസം 13 വരുമ്പോൾ ആൻഡ് ഐ സ്റ്റുഡ് അപ്പോൺ ദ സാൻഡ് ഓഫ് ദി സീ ആൻഡ് സാ എ ബീസ്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? റൈസ് അപ്പ് ഔട്ട് ഓഫ് ദി സീ ഹാവിങ് 7 heads and 10 horns and upon his horns 10 crowns and upon his heads the name of blasphemy. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗത്തെ തേടി ഒരിടത്തും പോണ്ട, മനസ്സിലാകുന്നുണ്ടോ? അതാണ്ട് മൃഗം ഇവിടെ ഇരിക്കും, മനസ്സിലായില്ലേ? ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുള്ള ഒരു മൃഗം സമുദ്രത്തിൽ और मेम ने एक पशु को समुद्र में से निकलते हुए देखा जिसके 10 सिंग और 7 सिर थे. उसके सिंगों पर 10 राजमुकुट और उसके सिरों पर परमेश्वर की निंदा के नाम लिखे हुए थे. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവിളിഷ് പിശാചിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പിശാചിനെ തേടി ദൂരോട്ടൊന്നും പോകണ്ട. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാം, ഈ സ്ക്രീൻ കാസ്റ്റിലേക്ക് നോക്കാം, അതിനകത്ത് കാണാൻ പറ്റും. സ്ക്രീൻ എന്ന് വെച്ചാൽ സ്ക്രീൻ പിശാച് എന്നല്ല പറഞ്ഞത്, ആൻറ്റി ക്രൈസ്റ്റിനെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ബൈബിളിനകത്ത് എന്ത് ചെയ്യുന്നു, വരച്ച് കാട്ടിയിരിക്കുന്നു. അതായത് ആ ഒരു റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ പിശാചിനെ കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ, ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അതുപോലെ ആൻറ്റി ക്രൈസ്റ്റും ഇസ്ലാം റിലീജിയനും എങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ള അർത്ഥത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാരപ്പെടേണ്ട, ഫിയർ നോട്ട്, മനസ്സിലാക്കാൻ കഴിയുന്നു, വിശ്വസിക്കുന്നു. ആൻഡ് ദ ബീസ്റ്റ് വിച്ച് ഐ സാ വാസ് ലൈക്ക് അൺടു എ ലെപ്പേർഡ് ആൻഡ് ഹിസ് ഫീറ്റ് വേർ ആസ് ദ ഫീറ്റ് ഓഫ് എ ബിയർ ആൻഡ് ഹിസ് മൗത്ത് ആസ് ദി മൗത്ത് ഓഫ് എ ലയൺ. ഇവിടെ എന്താണ്, ആൻഡ് ദ ഡ്രാഗൺ ഗേവ് ഹിം ഹിസ് പവർ ആൻഡ് ഹിസ് സീറ്റ് ആൻഡ് ഗ്രേറ്റ് അതോറിറ്റി. ഇവിടെ ഡ്രാഗണാണ്, മനസ്സിലാവുന്നുണ്ടോ? ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡെവിളിനെ, അതായത് നാമിനെ അടിമത്തിൽ കൂടി വരും, പിശാചിനെയാണ് കാണിക്കുന്നത്. ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെ കാണിക്കുന്നത്? ആൻഡ് ദ ബീസ്റ്റ് വിച്ച് ഐ സാ വാസ് ലൈക്ക് അൺടു എ ലെപ്പേർഡ് ആൻഡ് ഹിസ് ഫീറ്റ് വെയർ ആസ് ദ ഫീറ്റ് ഓഫ് എ ബിയർ ആൻഡ് ഹിസ് മൗത്ത് ആസ് ദി മൗത്ത് ഓഫ് എ ലയൺ ആൻഡ് ദ ഡ്രാഗൺ ഗേവ് ഹിം ഹിസ് പവർ ആൻഡ് ഹിസ് സീറ്റ് ആൻഡ് ഗ്രേറ്റ് അതോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാർച്ചു, എൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തെ പോലെയായിരുന്നു. അപ്പം ഞാൻ കണ്ട മൃഗം എങ്ങനെ പോലെയാണ്, പുള്ളിപ്പുലിക്ക് സാർച്ചു, എൻ്റെ കാൽ കരടിയുടെ കാൽ പോലെ, വായാണെങ്കിൽ സിംഹത്തിൻ്റെ വായ് പോലെയായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. और जो पशु मैंने देखा वह की नहीं था और उसके पाँव भालू के से और मोह सिंह का सा था और उस अजगर ने अपनी सामर्थ्य और अपना सिंहासन और बड़ा अधिकार उसे दे दिया. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ഈ ശരിക്കും പറഞ്ഞ മഹാസർപ്പം എന്ത് ചെയ്യുന്നു, ഈ ആൻറ്റി ക്രൈസ്റ്റിന് ഈ അധികാരങ്ങൾ കൊടുക്കുന്ന എന്താണ്, ആ ഒരു ടൈം ഇത് ചെയ്തിട്ടില്ല, ഇതുമായിട്ടില്ല. ആ സമയമാകുമ്പോഴാണ് പിശാചെ എതിർക്രിസ്തുവിന് ഒരു അവതാരം പോലെ ഈ ഒരു ഇത് കൊടുക്കുന്നത്. ഇപ്പം സമയം ആയിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? പിണറായി വിജയനെല്ലാം ആരൊക്കെ എന്തൊക്കെ കിടന്ന് ചാടിയാലും പിശാചിൻ്റെ സമയം ഇതുവരായിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? വക്കഫല്ല, ഉലമയല്ല, ഇനി കിക്കഫല്ല, എന്താണെങ്കിലും പിശാചിൻ്റെ സമയം ആയിട്ടില്ല. ഇവിടെ നമുക്ക് ആ കാര്യങ്ങൾ വെളിപ്പാട് റെവലേഷൻ 13 കാര്യം ഇന്നൊരു അവസരത്തിൽ പറയാം കേട്ടോ. ഇപ്പം തൽക്കാലം ഞാൻ ആ വിഷയം ഇവിടെ പറയാണ്, കാരണം വെളിപ്പാട് ദിവസം ആൻറ്റി ക്രൈസ്റ്റും ഇസ്ലാം റിലീജിയനായിട്ടുള്ള ബന്ധം നമുക്ക് പിന്നെ ഒരു അവസ്ഥയിൽ പറയാം, ഡീപ്പായിട്ട് കുറച്ചുകൂടെ പറയാം. ഇപ്പം തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇസ്ലാം റിലീജിയൻ എത്രമാത്രം ക്രൂരവും പൈശാചികവും അതുപോലെ തന്നെ എന്താണ് പിന്നെ ആൻറ്റി ഹ്യൂമണിഷും പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഡെമോക്രാറ്റിക്കും ആൻറ്റി മേഴ്സിഫുള്ളും ആണെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത്രയും ഭാഗങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും അനേക ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന വിശ്വാസത്തോട് നമുക്കായിരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ആരാണ് ഏകദൈവം? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ മരിച്ചടക്കട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി, അതായത് പിന്നെ ഹൂ ഡൈഡ് ഫോർ അസ് ആൻഡ് ഈസ് റൈസൺ, മനസ്സിലാവും. നമുക്ക് വേണ്ടി 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തേശു മാത്രമാണ് ഏകദൈവം. അപ്പോൾ ആ ക്രിസ്തേശു
മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുക, ആശ്രയിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യനെ എന്ത് ചെയ്യത്തുള്ളൂ, ഏതൊരാൾക്കും സ്വർഗ്ഗരാജ്യത്തേക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, നോൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ചിന്തിക്കാം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ദൈവം ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി, നാമിനെ അടിമത്തിൽ കുടിപ്പോരും. ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി ഓക്കമണ്ടി. ഗോഡ് ഈസ് വൺ. ദൈവം ഒരുവനേ ഉള്ളൂ. ആ ഒരുവൻ ആയ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ക്രൈസ്റ്റ് ജീസസും വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നിന്റെ ദൈവമായ കർത്താവ് ഏകൻ എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. ആ ഏകദൈവം തന്നെ പല മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. ഫോർ ഇനിയും ഡോൾ സാൾഡ് ഫുൾനെസ് ഓഫ് ഗോഡ് ബോളി, എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിനും തല അദ്ദേഹത്തിൽ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുന്നു. എക്സീഡിങ് ജോയ് ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ്. നൗ മേ ദി ലോഡ് ഓഫ് പീസ് ഹിംസെൽഫ് കീപ് ഹിസ് ആൾവേസ് ഇൻ എവരി ലോഡ് വിത്ത് എക്സീഡിങ് ദൈവം കൺഫ്യൂഷൻ്റെ ദൈവം ലോഡ് ഓഫ് പീസ്. ക്രിസ്തീസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഫോർ ബദൻ, നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. സൗരന്മാരെ സ്വാതന്ത്ര്യത്തിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഫോർ ബദനി ഹോൽപട്ടി ആശീർവാദത്തിലേക്ക് നമുക്ക് കടക്കാം. ക്രിസ്തീസിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. യൂദയുടെ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആശീർവാദം എന്നുള്ള അർത്ഥം ചിന്തിക്കാൻ പറ്റും. നൗ unto him that is able to keep you from falling and to present you faultless, ബിഫോർ ദി പ്രസൻസ് ഓഫ് ഹിസ് ഗ്ലോറി വിത്ത് എക്സീഡിങ് ജോയ്. വീഴാതെ നിങ്ങളെ സുരക്ഷ തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്ത ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളത്. अब जो तुम्हें डॉकर खाने से बजा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है, to the only wise God or fear be glory and majesty or both now and ever, amen. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവ് ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിനും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലാധികാരം ഉണ്ടാവട്ടെ. ക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ആയിരിക്കാം. उस अद्वैत परमेश्वर हमारे उद्धारकर्ता की महिमा और गौरव और पराक्रम और अधिकार हमारे प्रभु यीशु मसीह के द्वारा जैसा सनातन काल से है अब भी हो और युगायुग रहे, आमीन. എക്സീഡിങ് നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഇവിടെ നമുക്ക് ഫോർ പുള്ളിംഗ് ഡൗൺ ഓഫ് കാണാൻ കഴിയുന്നത് ആൻറ്റി ഇസ്ലാമിക് വ്യൂസ് എന്നുള്ള അർത്ഥത്തിൽ, ആൻറ്റി ഇസ്ലാമിക് തോട്ട്സ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇനി അടുത്ത തവണ നമ്മൾ കാണുന്നവരെ ഡേ ബോയ് വന്നു. അപ്പം സ്ലീപ്പ് വെൽ. ഫോർ ബദനി കാൽപട്ടി ഗുഡ് നൈറ്റ്. ക്രിസ്ത്യൻസ് നമ്മളെ സമൃദ്ധമായിട്ട് ഫോർ ബദനി കാൽപട്ടി പുള്ളിംഗ് ഡൗൺ ഓഫ് സ്റ്റോൺസ്. ക്രിസ്ത്യൻസ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവനുണ്ടായിരുന്നു, സമൃദ്ധിയായിട്ടുണ്ടായിരുന്നത്രേ ഓർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. എക്സീഡിങ് ഫോർ ബദനി ഹോൻപട്ടി ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ് അവർ വൺലോഡ് ജീസസ് ക്രൈസ്റ്റ്. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി അവർ ഓൺലോഡ് ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. സാത്താൻ്റെ എസ്കേപ്പ് ഫ്രം ഇസ്ലാം റിലീജിയൻ. നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. എക്സീഡിങ്